ഓം നമ ശിവായ. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജീവിതത്തിലെ വളരെ ഭാഗ്യം നിറഞ്ഞ ഒരു ദിവസമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വിശ്വതനായ ശാസ്ത്രജ്ഞന്മാരുടെ നിരയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വളരെയേറെ എന്താ പറയുക ഗരിമയുള്ള ഒരു ശാസ്ത്രജ്ഞനോടൊപ്പമാണ് ഇന്നിരിക്കാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ പഠനങ്ങളുമെല്ലാം നമ്മളിതുപോലെ ഉള്ള ഒരു സെഷനിൽ ശ്രീ രാധാകൃഷ്ണൻ പണിക്കർ സാർ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഇനി നമുക്ക് മറ്റു ചില സംശയങ്ങൾ, മറ്റു ചില മേഖലകളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ ആ ഒരു വിനീതമായ ഒരു വിധേയത്വത്തോടു കൂടി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കാരണം ഫിസിക്സുമായിട്ട് എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും ചെറുതിലേ തൊട്ട് ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം ഭൗതികതയും ആത്മീയതയും ഒരുമിച്ച് പോകുന്ന ഒന്നാണ്. അപ്പം ചെറുതിലെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ: ഞാൻ ആരാണ്? എന്താണ് ഞാൻ ഈ സമയത്തിനെ അനുഭവിക്കാനുള്ള കാരണം? ഈ ഒരു സ്ഥലത്തിനെ അനുഭവിക്കാനുള്ള കാരണം? ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം സാർ, സ്വാഗതം. അപ്പോൾ എന്തായാലും ഈ ഒരു നിമിഷത്തിൻ്റെ ധന്യതയ്ക്ക് കാരണക്കാരനായിട്ടുള്ളത് ശ്രീ രാധാകൃഷ്ണ പണിക്കർ അവർകൾ സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ ഒരു നിമിഷം സാധ്യമായത്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സെഷനിലേക്ക് കടക്കുകയാണ്. സാർ, ഇപ്പോൾ ഈ ക്വാണ്ടം ടണലിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇലക്ട്രോൺ തുടങ്ങിയ സൂക്ഷ്മങ്ങളായുള്ള കണങ്ങൾക്ക് ഒരു മേഖലയിൽ നിന്ന് മറ്റു മേഖലയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിന് ബോധമുണ്ട് എന്നുള്ളൊരു തരത്തിലേക്കുള്ള വാദങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ മൈക്രോ തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇപ്പോൾ മൈക്രോ തലങ്ങളിൽ നിന്ന് മാറിയിട്ട് മാക്രോ തലങ്ങളിൽ ഈ പറയുന്ന ക്വാണ്ടം എൻറ്റാഞ്ചിൽമെൻറ്റ് നടക്കുന്നു, അതോടൊപ്പം തന്നെ ക്വാണ്ടം ടണലിംഗ് നടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഈ പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിതിനെ എങ്ങനെ നോക്കിക്കാണാൻ സാധിക്കും? അതോടൊപ്പം തന്നെ ഈ പല ദിവ്യാത്മാക്കളും മറ്റുള്ള ലോകങ്ങളിൽ നിന്ന് വലിയ വലിയ വസ്തുക്കൾ മെറ്റീരിയലൈസ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അങ്ങയുടെ ഒരു നിരീക്ഷണം ഒന്ന് പറഞ്ഞായിരുന്നു. ശാസ്ത്രം പൊതുവെ ഭൗതിക വസ്തുക്കളെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. അതെ. ക്ലാസിക്കൽ ശാസ്ത്രങ്ങൾക്ക് ആത്മീയതയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവ വസ്തുക്കളെ നോക്കുകയും വസ്തുക്കളെ നോക്കിക്കണ്ട് അതിനെ വിശകലനം ചെയ്യുകയും അവയുടെ സ്വഭാവവിശേഷങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അങ്ങനെയാണ് ന്യൂട്ടൺ ക്ലാസിക്കൽ ഭൗതികം ഉണ്ടാക്കിയത്. വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ച് പഠിച്ചു, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ആ ചലന നിയമങ്ങളെ അധീകരിച്ച് ബാക്കിയുള്ളവരെ അത് വികസിപ്പിച്ച് ലഗ്രാഞ്ച്, ഹാമിൽട്ടൺ തുടങ്ങിയവർ ക്ലാസിക്കൽ ഡൈനാമിക്സ് ഉണ്ടാക്കി, ക്ലാസിക്കൽ ഭൗതികം ഉണ്ടാക്കി. നിത്യജീവിതത്തിൽ അത് വളരെ ഉപകാരപ്രദമായൊരു കാര്യമാണ്. ക്ലാസിക്കൽ ഭൗതികം കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും നിത്യജീവിതത്തിൽ ചെയ്യുന്നത്. ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് യാനങ്ങൾ അയക്കുമ്പോൾ ക്ലാസിക്കൽ ഭൗതികം മതിയാവും. കൃത്യമായിട്ട് ദിശ നിശ്ചയിക്കാനും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും ഒക്കെ ക്ലാസിക്കൽ ഭൗതികത്തിൻ്റെ സഹായത്തോടു കൂടി നിർവഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ സൂക്ഷ്മ ലോകത്തിലേക്ക് കിടക്കുമ്പോൾ ഇതല്ല സ്ഥിതി. സൂക്ഷ്മ ലോകത്തിൽ സ്ഥിതിഗതികൾ അല്പം വ്യത്യസ്തമാണ്. പൊതുവെ പരമാണുക്കളെ കൊണ്ടാണല്ലോ ഭൗതിക വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പരമാണുക്കളെ നമ്മൾ അപഗ്രഥിച്ച് നോക്കുമ്പോൾ അവ വീണ്ടും കണികളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. ഇലക്ട്രോണുകൾ, ന്യൂട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ ന്യൂക്ലിയർ മെറ്റീരിയൽ, ഇങ്ങനെ മൗലിക കണികൾ ആണ് നമ്മളവിടെ കണ്ടെത്തുന്നത്. ഈ മൗലിക കണികകൾ ക്ലാസിക്കൽ ഭൗതികത്തിൻ്റെ നിയമങ്ങൾ മുഴുവനായിട്ട് അങ്ങടെ അനുസരിക്കുന്നില്ല. അവ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് പെരുമാറുന്നത്. പ്രധാനമായിട്ട് കാണുന്നത് ഇലക്ട്രോൺ പോലെയുള്ള വസ്തുക്കളാണെങ്കിൽ ഇലക്ട്രോൺ പോലെയുള്ള കണികകൾ, ബൈ ദ വേ, ഈ കണിക എന്നുള്ളത് കണാദനിൽ നിന്ന് വന്നതാണ്. അതെ. കണാദനാണ് ഭാരതത്തിൽ ആദ്യമായിട്ട്
പദാർത്ഥങ്ങൾ സൂക്ഷ്മ കണികകളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണിക എന്നുള്ള പദം ഉത്ഭവിച്ചു. നമ്മളത് തന്നെയാണ് മൗലിക കണങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ പോലെയുള്ള മൗലിക കണങ്ങൾ അവ വസ്തുക്കളായും പദാർത്ഥങ്ങളായും അതേസമയം തരംഗങ്ങളായും ആണ് പെരുമാറുന്നത്. ഇവ ഒരു ദ്വന്ദ്ഭാവമാണ് പ്രദർശിപ്പിക്കുന്നത്. ചില അവസരങ്ങളിൽ അത് ബുള്ളറ്റ് പോലെ പ്രവർത്തിക്കും, മറ്റു ചില അവസരങ്ങളിൽ അതൊരു തരംഗമായിട്ട് പലയിടത്തേക്കും പരക്കും. ടണലിംഗ് എന്ന് പറയുന്നത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഒരു ഇലക്ട്രോണിനെ പിടിച്ച് നമ്മളൊരു ചെപ്പിലടച്ചു എന്ന് വിചാരിക്കട്ടെ. ആ ചെപ്പിൽ നിന്ന് അതിന് ഊർന്നു പോരാൻ പറ്റും. കാരണം ഇലക്ട്രോൺ ഒരു കല്ല് പോലത്തെ ഒരു വസ്തു അല്ല. അത് ചെപ്പിനകത്ത്, സൂക്ഷ്മമായ ചെപ്പ്, അതിനകത്ത് അതൊരു തരംഗം പോലെയാണ് പെരുമാറുന്നത്. തരംഗത്തിന് ഈ ചെപ്പിൻ്റെ അതിരുകൾ അത്ര ദൃഢമല്ല. തരംഗത്തിൽ അതിലെ കടന്നു വരാൻ പറ്റും. മൈക്രോവേവ് കടന്നു പോകുന്ന പോലെയോ റേഡിയോ തരംഗങ്ങൾ വീടിനകത്തേക്ക് കടന്നു വരുന്ന പോലെയോ ഒക്കെ ഇലക്ട്രോൺ ഈ പെട്ടിയുടെ അകത്തുനിന്ന് ഊർന്നങ്ങോട്ട് പോരും. വാസ്തവത്തിൽ ആൽഫ പാർട്ടിക്കിൾസ് അങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം ന്യൂക്ലിയസ് ആൽഫ ആക്റ്റീവായിട്ടുള്ള റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ എടുത്താൽ ആൽഫ പാർട്ടിക്കിൾസ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാണാം. സാധാരണഗതിയിൽ അതിന് പുറത്തേക്ക് വരേണ്ട സാധ്യത വളരെ കുറവാണ്. കാരണം ആൽഫ പാർട്ടിക്കിളിനെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഒരു പെട്ടിയിലടച്ച പോലെ. പക്ഷേ ആൽഫ പാർട്ടിക്കിൾ ബൈ ഇറ്റ് സെൽഫ് ഒരു തരംഗമാകുന്നത് കൊണ്ട് അതിന് ഈ ന്യൂക്ലിയസിൻ്റെ ബൗണ്ടറികളെ അതിലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ പറ്റും. അങ്ങനെ വസ്തുക്കൾ ആൽഫ ആക്റ്റീവ് ആകും. ഇത് സാധാരണഗതിയിൽ സൂക്ഷ്മലോകത്ത് മാത്രമാണ് ഇതിന് ടണലിംഗ് എന്നാണ് പറയുന്നത്. വസ്തുക്കളിൽ കൂടി ബൗണ്ടറികളിൽ കൂടി ടണൽ ചെയ്ത് കടന്നു പോകാൻ പറ്റുന്ന ഒരു ഫിനോമിനാണ് ടണലിംഗ്. ഇതേപോലെയുള്ള ടണലിംഗ് സൂക്ഷ്മ വസ്തുക്കളിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബ്രയാൻ ജോസഫ്സൺ എന്ന ശാസ്ത്രജ്ഞൻ സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയലുകളിൽ ടണലിംഗ് നടക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വൈദ്യുതരോധം തീരെ ഇല്ലാത്ത വസ്തുക്കളാണ്. അങ്ങനെയുള്ള രണ്ട് വസ്തുക്കളെ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയിലുള്ള ഗ്യാപ്പിൽ കൂടി ഇലക്ട്രോണിന് കടന്നു പോകാൻ പറ്റും. അതായത് വൈദ്യുത ചാലകത്തിന് സഹായിക്കുന്ന കണികകൾ ഇലക്ട്രോണുകളാണ്. കൂപ്പർ പെയർസ് എന്നാണ് പറയുന്നത്. ഒരു ഇലക്ട്രോണിൽ രണ്ട് ഇലക്ട്രോണിൻ്റെ ഒരു പെയർ. ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അതൊരു ഫെർമി പാർട്ടിക്കിളാണ്. രണ്ട് ഇലക്ട്രോൺ കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ബോസ് പാർട്ടിക്കിളാണ്. അപ്പം അത് തികച്ചും വ്യത്യസ്തമായൊരു പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിന് ഈ പ്രതിബന്ധങ്ങളെ കടന്ന് ജമ്പ് ചെയ്യാൻ പറ്റും. പ്രതിബന്ധങ്ങളിൽ കൂടി ജമ്പ് ചെയ്ത് അപ്പുറത്തെത്താൻ പറ്റും സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ. അപ്പോൾ അതിന് ബ്രയാൻ ജോസഫ്സൺ കണ്ടുപിടിച്ച ഇതിനാണ് സൂപ്പർ കണ്ടക്റ്റിംഗ് ടണലിംഗ് എന്ന് പറയുന്നത്. അതിന് ജോസഫ്സൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് സ്ഥൂല വസ്തുക്കളിൽ, അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥൂല വസ്തുക്കളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റും. സൂക്ഷ്മ വസ്തുക്കളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ചിലതിനെ മൈക്രോസ്കോപ്പ് കൊണ്ടും കാണാൻ പറ്റില്ല. ഒരു ഇലക്ട്രോണിനെ ആരെങ്കിലും ഇതുവരെ നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാണാൻ പറ്റാത്തൊരു വസ്തുവാണ്. അപ്പോൾ ഈ സൂക്ഷ്മ വസ്തുക്കളിൽ നടക്കുന്ന സൂക്ഷ്മ കണികൾ നടത്തുന്ന ടണലിംഗ് പ്രതിഭാസം സ്ഥൂല വസ്തുക്കളിൽ കണ്ടുപിടിച്ചതാണ് 925 നൊബേൽ പ്രൈസിൻ്റെ ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം. അത് കണ്ടുപിടിച്ച മൂന്ന് ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ ഞാനിവിടെ പറയാം. ജോൺ ക്ലാർക്ക്, ഡെവോറെ ആൻഡ് ജോൺ മാർട്ടിനസ്. ഇവർ മൂന്നുമാണ് അത് കണ്ടുപിടിച്ചത്. അവർ കണ്ടെത്തിയത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിനെ എടുത്തിട്ട് അതിൽ നടക്കുന്ന ജോസഫ്സൺ എഫക്റ്റിൻ്റെ വേറൊരു രൂപം, ചെറിയ പാർട്ടിക്കിളിന് പകരം ഇത് മാസീവായിട്ടുള്ള സൂപ്പർ കറൻസ് ടണൽ ചെയ്യുന്നതാണ് അവർ കണ്ടുപിടിച്ചത്. അതിന് ഇവർക്ക് 3 പേർക്കും ഇത്തവണത്തെ നൊബേൽ പ്രൈസ് കിട്ടി. അതിൻ്റെ ഒരു അർത്ഥം സൂക്ഷ്മ വസ്തുക്കൾ മാത്രമല്ല ടണലിംഗ് നടത്തുന്നത്, സ്ഥൂല വസ്തുക്കൾക്കും ടണലിംഗ് സാധ്യമാണ്. ക്വാണ്ടം പ്രതിഭാസങ്ങൾ സൂക്ഷ്മതലത്തിൽ മാത്രമല്ല സ്ഥൂലതലത്തിലും ക്വാണ്ടം പ്രതിഭാസങ്ങൾ
നടക്കുന്നുണ്ട് എന്ന് തെളിയിച്ചതിനാണ് മാർട്ടിനസ് ഡെവോറസിന് അതെ അതെ നോബൽ പ്രൈസ് കിട്ടുന്നത്. അതെ അതെ. അപ്പോൾ അത് ഇപ്പം ശാസ്ത്രത്തിൻ്റെ ഒഴിച്ചുകൂടാത്താനാവാനാത്ത ഒരു പ്രതിഭാസമായിട്ട് മാറി. ഇപ്പൊ നമ്മളിവിടെ തന്നെ ഇപ്പൊ ശങ്കരാചാര്യ ഭഗവത് പാദർ അദ്ദേഹമൊക്കെ തന്നെ യാതൊരു വിധത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ട് 32 വയസ്സിനുള്ളിൽ അദ്ദേഹം ഇത്രയും സ്ഥലങ്ങൾ സഞ്ചരിച്ചു. അപ്പൊ അദ്ദേഹം ഖേജരി എന്ന് പറയുന്ന ഒരു വിദ്യ അറിയാമായിരുന്നു, യോഗയിൽ അത് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു മനുഷ്യനെ തന്നെ പ്രത്യേകമായ ഒരു സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റുക, അതുപോലെ തന്നെ ഈ ബൈലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ട് പഠിച്ചിട്ടുണ്ട്. ഒരാൾ തന്നെ പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടുക. അപ്പൊ ഇതൊക്കെ ഈ ക്വാണ്ടം ടണലിങ്ങിന്റെ ഒരു രൂപാന്തരമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ സാർ? ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ടെലിപ്പോർട്ടേഷൻ. അതെ, ടെലിപ്പോർട്ടേഷൻ ഇപ്പോൾ സാധ്യമായിട്ടുള്ളത് ഇൻഫർമേഷൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത് ആണ് ടെലിപ്പോർട്ടേഷനായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു ഇൻഫർമേഷൻ, സെവറൽ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു വിദ്യകളെന്ന് പരീക്ഷണപരമായിട്ട് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്ഥൂല വസ്തുക്കൾ ടെലിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ശാസ്ത്രം തെളിയിച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ പല സിദ്ധന്മാരുടെ കേസിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തി തന്നെ ഒരേ സമയത്ത് പലയിടത്തായി പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നോർമൽ അക്സെപ്റ്റഡ് സയൻസിന്റെ അകത്തുള്ളൊരു കാര്യമായിട്ട് ഇപ്പൊ പരിഗണിക്കാൻ പറ്റില്ല. ഇനി ഭാവിയിൽ ചിലപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഇപ്പോൾ ജോൺ ക്ലോസറൊക്കെ തെളിയിച്ച പോലെ സ്ഥൂല വസ്തുക്കളും ടെലിപ്പോർട്ടേഷൻ സാധ്യമാകും. സ്റ്റാർ ട്രെക്ക് എന്ന് പറഞ്ഞ ഒരു ടെലിവിഷൻ സീരിയൽ പണ്ട് വന്നത് ഞാൻ ഓർക്കുകയാണ്. സ്റ്റാർ ട്രെക്കിൽ ശൂന്യാകാശത്തിലെ യാത്രകളാണ് അതിൽ പ്രധാനമായിട്ട് പ്രതിഫലിക്കുന്നത്. ഓരോ ലോകത്തിൽ ക്യാപ്റ്റൻ കെർക്കും മറ്റുള്ളവരും ഒക്കെ എത്തിച്ചേരുന്നതായിട്ടാണ് സ്റ്റാർ ട്രെക്കിൻ്റെ കഥ. അപ്പോൾ സ്റ്റാർ ട്രെക്കിൽ വ്യക്തികളെ ഒരു സ്ഥലത്ത് നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് വേറൊരു പ്ലാനറ്റിൽ എത്തിക്കുന്നതൊക്കെ നമ്മൾ ടെലിവിഷൻ സീരീസിൽ കണ്ടിട്ടുണ്ട്. ശാസ്ത്രം ഇതുവരെ അത് തെളിയിച്ചിട്ടില്ല. അസാധ്യമാണെന്നും ശാസ്ത്രം പറഞ്ഞിട്ടില്ല. ഇപ്പം അസാധ്യമാണ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നാളെ അത് സാധ്യമായിക്കൂടായില്ല. അതൊരു പ്രതീക്ഷയാണ്. പോസിബിളി നമ്മുടെ അപ്രോച്ച് ശരിയായ ചിലപ്പോൾ അതും ശരിയാകാം. അതെ 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 അതെ. സാർ, ഈ ക്വാണ്ടം എൻടാഞ്ചിൽമെന്റിനെ കുറിച്ച് ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ചൈനയിൽ 1930 നടത്തിയ ഒരു പരീക്ഷണത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രയോ 130 കിലോമീറ്ററോ 1300 കിലോമീറ്റർ അങ്ങനെ ഒരു ഡ്യൂറേഷൻ പറഞ്ഞിട്ടാണ് അതിനകത്ത് ഈ രണ്ട് വ്യത്യസ്തമായ പാർട്ടിക്കിൾസ് തമ്മിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അവർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മളിപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഐൻസ്റ്റൈൻ്റെ മന്ത്ര ലൈറ്റിനേക്കാൾ വേഗതയിൽ ഒന്നും സഞ്ചരിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ക്വാണ്ടം എൻടാഞ്ചിൽമെന്റ് നടക്കണമെങ്കിൽ വിഭിന്നമായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളിലിരിക്കുന്ന രണ്ട് വ്യത്യസ്തങ്ങളായ പദാർത്ഥങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സാർ ഒരു ഫാക്ടർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്? ശരിക്ക് നമ്മൾ കൂലങ്കഷമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഐൻസ്റ്റീൻ്റെ ഡിക്റ്റം പ്രകാശവേഗത്തെക്കാൾ കൂടുതലായിട്ട് ഒന്നും സഞ്ചരിക്കുന്നില്ല എന്നുള്ളത് ഈ ഇൻഫർമേഷനോ അത് മറ്റുള്ള കാര്യങ്ങളോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന കാറ്റഗറിയിൽ പെട്ടാൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലാത്ത മറ്റു പല കാര്യങ്ങളും പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വീക്ഷണം. ഉദാഹരണമായിട്ട് ഡാർക്ക് മാറ്റർ എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഡാർക്ക് മാറ്ററിന് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഡാർക്ക് മാറ്റർ നമ്മുടെ സാധാരണ നിത്യജീവിതത്തിലുള്ള പദാർത്ഥങ്ങൾ ഒന്നുമായിട്ടും പ്രതിപ്രവർത്തിക്കുന്നില്ല. അത് നോർമൽ മാറ്ററുമായിട്ട് അതിന് യാതൊരു ഇന്ററാക്ഷനും ഇല്ല എക്സെപ്റ്റ് ത്രൂ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പൊ ഗ്രാവിറ്റേഷൻ പ്രദർശിപ്പിക്കുന്ന മാറ്റർ ഉണ്ട്, എന്നാൽ അതേ സമയത്ത് അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഇന്ററാക്ഷൻസ് പോസിബിൾ ആകാം. ആ ഇന്ററാക്ഷൻസ് സ്പീഡ് എന്താണെന്ന് നമുക്ക് ഇതുവരെ മെഷർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഇൻസ്റ്റന്റേനിയസ് ആണോ അത് സെവറൽ ടൈംസ് ഫാസ്റ്റർ ദാൻ ലൈറ്റ് ആണോ എന്നുള്ളതും നമുക്ക് ഇനി കണ്ടെത്താനിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഓർമ്മ വരുന്നത് പ്രൊഫസർ സുദർശൻ ECG സുദർശൻ ഒരു സമയത്ത് മുന്നോട്ട് വെച്ചതാണ് ടാക്കിയോൺ എന്നുള്ള കണിക. ടാക്കിയോൺ കണികകൾ ഫാസ്റ്റർ ദാൻ ലൈറ്റ് ആണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഇന്ററാക്ഷൻസ് ടാക്കിയോൺ വഴിയാണോ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അത് തെളിയിച്ചിട്ടുമില്ല. ടാക്കിയോൺ എക്സിസ്റ്റ് ചെയ്യാനും ടാക്കിയോൺ വഴി ഇന്ററാക്ഷൻസ് നടക്കാനും ഉള്ള സാധ്യത അവശേഷിക്കുന്നു.
ഇപ്പോഴും അവശേഷിക്കും. അതെ അതെ. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് മഹാഭാരതത്തിലെ യക്ഷ യുധിഷ്ഠിര സംവാദത്തിൽ ഏറ്റവും വേഗതയുള്ളത് എന്താണെന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ മറുപടി പറയുന്നത് മനുഷ്യന്റെ മനസ്സാണെന്നാണ്. അപ്പോൾ മനസ്സെന്ന് പറയുമ്പോൾ അതൊരു ബോധം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പറയുന്ന പാൻസൈക്കോസിസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പറയുന്നുണ്ടല്ലോ. പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ഒരു ഒറ്റ ബോധം എന്ന് പറയുന്ന ഒരു സങ്കല്പനം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബോധം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ, അല്ലെങ്കിൽ നമുക്ക് അതിനെ വസ്തുവിനെ വിളിക്കാൻ പറ്റുള്ളൂ, ആ ബോധം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ക്വാണ്ടം മെക്കാനിസ്റ്റുകൾ എങ്ങനെ നോക്കിക്കാണുന്നു, ആധുനിക ഫിസിക്സ് എങ്ങനെ നോക്കിക്കാണുന്നു? അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്ക് മഹാഭാരതത്തിലെ യക്ഷ യുധിഷ്ഠിര സംവാദത്തിൽ ഏറ്റവും വേഗതയുള്ളത് എന്താണെന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ മറുപടി പറയുന്നത് മനുഷ്യന്റെ മനസ്സാണെന്നാണ്. അപ്പോൾ മനസ്സെന്ന് പറയുമ്പോൾ അതൊരു ബോധം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പറയുന്ന പാൻസൈക്കോസിസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പറയുന്നുണ്ടല്ലോ. പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ഒരു ഒറ്റ ബോധം എന്ന് പറയുന്ന ഒരു സങ്കല്പനം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബോധം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ, അല്ലെങ്കിൽ നമുക്ക് അതിനെ വസ്തുവിനെ വിളിക്കാൻ പറ്റുള്ളൂ, ആ ബോധം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ക്വാണ്ടം മെക്കാനിസ്റ്റുകൾ എങ്ങനെ നോക്കിക്കാണുന്നു, ആധുനിക ഫിസിക്സ് എങ്ങനെ നോക്കിക്കാണുന്നു? നമ്മൾ സാധാരണ വൈദ്യശാസ്ത്രത്തിലെ ന്യൂറോ സയൻസിൽ നമ്മുടെ ബോധവും മനസ്സും എല്ലാം തലച്ചോറിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് പറയുന്നത്. വേറൊരു വീക്ഷണമുള്ളത് മനസ്സ് എന്നുള്ളത് തലച്ചോറിൽ മാത്രം ഒതുങ്ങുന്ന വസ്തുവല്ല, മനസ്സ് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതും ഓരോ സെല്ലിലും പ്രവർത്തിക്കുന്നതും ആണെന്ന് പറയുന്നുണ്ട്. അടുത്ത കാലത്ത് വായിക്കാൻ ഇടയായൊരു സംഭവം, ഹൃദയം മാറ്റിവെച്ചവർക്ക് ഹൃദയം കൊടുത്ത ആളുടെ സ്വഭാവവിശേഷങ്ങൾ ചിലത് പ്രത്യക്ഷപ്പെടുന്നു എന്ന് കാണാനിടയായി. ഇത് നമ്മുടെ പല ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ വിദഗ്ധർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹൃദയം കൊടുത്ത ആളുടെ ചില സ്വഭാവവിശേഷങ്ങൾ ഹൃദയം സ്വീകരിച്ച ആൾക്ക് കാണാൻ തുടങ്ങുന്നു കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഹൃദയത്തിലെ ഓരോ സെല്ലിലും നേരത്തെ ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ, ഹൃദയത്തിൻ്റെ ഓണറായിരുന്ന മനുഷ്യൻ്റെ സ്വഭാവവിശേഷങ്ങൾ ഓരോ സെല്ലിലും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രെയിനിലും ന്യൂറോണിലും, ബ്രെയിൻ അനേക ലക്ഷം ന്യൂറോൺ, അനേക കോടി ബില്യൺ ന്യൂറോൺസിനെ കൊണ്ടുണ്ടായി തലച്ചോറുണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ന്യൂറോണിലൊന്നും നോക്കിയാൽ കിട്ടുന്ന ഒരു സംഭവമല്ല മനുഷ്യൻ്റെ മനസ്സ്. ന്യൂറോൺ മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ചാലും മനുഷ്യൻ്റെ മനസ്സ് അതിൽ കാണാൻ പറ്റില്ല. ആ ന്യൂറോണിൽ ഉള്ള ചില ട്യൂബ്, റോജർ പെൻറോസിനെയാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. ന്യൂറോണിലുള്ള ചില ട്യൂബുലർ സ്ട്രക്ചർ, ആ സ്ട്രക്ചറുകൾ ചില ബേസിക് ക്വാണ്ടം സ്റ്റേറ്റുകളിലാണ് നിലനിൽക്കുന്നതെന്നും നമ്മളുടെ ഓർമ്മകളും ചിന്തകളും എല്ലാം ഇത്തരം ക്വാണ്ടം അവസ്ഥകളിലേക്കാണ് പോകുന്നതെന്നും റോജർ പെൻറോസ് വളരെ കാലം മുമ്പ് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തെ അന്ന് ലോകം പുച്ഛത്തോടു കൂടിയാണ് നോക്കിയതെങ്കിലും പിന്നീട് നടന്ന ചില പരീക്ഷണങ്ങൾ അത് തെറ്റല്ല എന്നുള്ള രീതിയിലേക്കാണ് നയിച്ചത്. അപ്പോൾ ബേസിക്കലി മൗലികമായിട്ടും ബോധം പദാർത്ഥത്തിൽ നിന്നും അതിൻ്റെ സൂക്ഷ്മ തലത്തിലേക്ക് കടന്നിട്ട് അത് ക്വാണ്ടം തലത്തിലേക്ക് വ്യാപിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമ്മളിവിടെ കാണുന്നത്. ബോധം അല്ലെങ്കിൽ അവയർനെസ്, അഹംബോധം എന്ന് പറയുന്നത് ഒരു പക്ഷേ ന്യൂറോണിൻ്റെ തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. ന്യൂറോണിൽ കൂടി അവ പ്രകാശിക്കപ്പെടാം. ന്യൂറോണിൽ കൂടിയും പിന്നെ നെർവസ് സിസ്റ്റത്തിൽ കൂടിയും പിന്നെ മനുഷ്യ ശരീരത്തിൽ കൂടിയും ഈ ഓർമ്മകളും വിചാരങ്ങളും എല്ലാം പ്രകടമാവുന്നത്. ഇത് നമ്മൾ ഉദാഹരണമായിട്ട് കാണിക്കാറ് റേഡിയോന്റെ കാര്യമാണ്. റേഡിയോയിൽ കൂടി നമ്മൾ പാട്ട് കേൾക്കുന്നു, റേഡിയോ കേട്ട് വന്ന പാട്ട് കേൾക്കില്ല. പക്ഷെ അതിന്റെ അർത്ഥം പാട്ട് നിന്ന് പോയെന്ന ഒരു അർത്ഥവുമില്ല, പാട്ട് എപ്പോഴും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ അവബോധം എന്നുള്ളത് നമ്മുടെ ഒരു ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് സംശയാസ്പദമാണ്. അവബോധം ഓൾ പെർവേഡിങ് ആകാനാണ് ചാൻസ്. ഒരു കോസ്മിക് അവബോധം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോസ്മിക് അവബോധം എന്നുള്ളത് നമ്മുടെ ഒരു ന്യൂറോണിൽ ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. ആ അവബോധം ചിലപ്പോൾ ഇലക്ട്രോണിനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിനെ പരിമിതപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. മനസ്സ് സർവ്വവ്യാപിയാണ്. അത് ഈ പറഞ്ഞ പോലെ വേഗത, ലൈറ്റിന്റെ വേഗത അതിലംഘിക്കുന്നതാണ്. കോസ്മിക് കോൺഷ്യസ്നെസ്സിന്റെ
വിഭാജ്യ ഘടകങ്ങളാണ് നമ്മുടെ മനസ്സെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നല്ലൊരു മോഡലാണ്. തീർച്ചയായും തീർച്ചയായും. ഈ ചിന്താഗതി നമുക്ക് മാത്രമല്ല, ശങ്കരാചാര്യരെ പോലുള്ളവരും ഇത് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതെ അതെ അതെ. എല്ലാം ബ്രഹ്മനിൽ നിന്ന് ഉത്ഭവിക്കുന്നു, പക്ഷെ ബ്രഹ്മനൊന്നിലും ഇല്ല. അതെ അതെ അതെ. നമ്മളിലും ബ്രഹ്മമുണ്ട്, പക്ഷെ ബ്രഹ്മനിൽ നമ്മളില്ല അതെ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ബോധം സർവ്വവ്യാപിയാണ്. ഒരു ബോധമേ ഉള്ളൂ. ഇർവിൻ ഷ്രോഡിംഗർ പോലും പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. യൂണിറ്റി ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ളത് വാട്ട് ഈസ് ലൈഫ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം വിശദമായിട്ട് പ്രതിപാദിക്കുന്നു. നോട്ട് മെനി ബട്ട് വൺ എന്ന് പറയുന്നത്. അതെ, ബോധം പലതാകാൻ നിവൃത്തിയില്ല, ബോധം ഒന്നേ ഉള്ളൂ. ആ ഒരു ബോധമാണ് മറ്റ് ചെറിയ ബോധങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതെ അതെ അതെ. അതൊരു വർക്കബിൾ വീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ. ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഡാൻ ബ്രൗണിന്റെ ഒരു പുസ്തകമാണ് ദ സീക്രട്ട് ഓഫ് സീക്രട്സ് എന്ന ബുക്ക്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അപ്പോൾ ഈ നമ്മുടെ ബ്രെയിനിലല്ല ബോധം ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന ഒന്നാണ്. അതിന്റെ ഒരു റിസപ്റ്റർ മാത്രമാണ് നമ്മുടെ ബ്രെയിൻ. അതിൽ ബോധത്തിലാണ് ബ്രെയിൻ ഉള്ളത്, ബ്രെയിനിലല്ല ബോധമുള്ളത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് വായിക്കും പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പം നമ്മുടെ ചുറ്റാകെ ഇങ്ങനെ ധാരാളം ടെലിവിഷൻ്റെയും റേഡിയോയുടെയൊക്കെ തരംഗങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു ടെലിവിഷൻ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് അതിനെ ട്യൂൺ ചെയ്യുമ്പോഴാണ് അതിനകത്ത് അത് കിട്ടുന്നത് എന്ന് പറയും പോലെ നമ്മൾ ഓരോരുത്തർ ഈ റിസപ്റ്റേഴ്സ് ആയിട്ട് ഇരുന്നുകൊണ്ട് നമ്മൾ ഏത് രീതിയിൽ അത് ട്യൂൺ ചെയ്യുന്നു അതനുസരിച്ച് ബോധം നമ്മളിലേക്ക് ഒഴുകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു വ്യക്തിത്വം ഉണ്ട്. ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ വരുന്നുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രപഞ്ചബോധത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇരിക്കും. അപ്പൊ ഇതൊരു അതീന്ദ്രിയമായ ഒരു കോൺസെപ്റ്റ് ആയിട്ടില്ലേ സാർ നമ്മൾ പറയുന്നത്? ഈ ഇന്ദ്രിയാതീതമായ ഒരു നമ്മുടെ സാധാരണ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മുടെ ഭൗതിക വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ അത് ഉപകരണം മാത്രമാണ്. റേഡിയോ ഉണ്ടാക്കിയിരിക്കുന്നതും ട്രാൻസിസ്റ്ററും കോയിലും ഒക്കെ വെച്ചിട്ടാണല്ലോ. അതെ അതെ അതെ. പക്ഷെ ട്രാൻസിസ്റ്ററിലും കോയിലും ഒന്നും പാട്ടില്ല. ചെറുതിലെ ഞങ്ങൾ ഇങ്ങനെ തുറന്നു നോക്കാൻ ശ്രമിക്കുന്നു, അകത്തിരുന്ന് ആരാണ് പാടുന്നത്, അതുപോലെ തന്നെ യേശുദാസൊക്കെ എപ്പോഴാണ് ചായ പിടിക്കാൻ പോകുന്നതൊക്കെ. അതിലൊന്നും നോക്കിയ പാട്ടുകാരനെ. അതെ അതെ അതെ. പക്ഷെ പാട്ട് വരുന്നുണ്ട്. അപ്പൊ പാട്ട് എവിടെ നിന്നോ വരുന്നു, പാട്ടിനെ നമ്മൾ റിസീവ് ചെയ്യുന്നു, പ്രൊവൈഡഡ് വി ട്യൂൺ ഇൻ. അതെ. ഇലക്ട്രിസിറ്റി പോയാലും അത് തന്നെ സംഭവിക്കും. നമുക്ക് അവസാനം ഇലക്ട്രിസിറ്റി പോവുക ചെയ്യുന്നു. പ്ലഗ് സംബഡി പുൾസ് ദ പ്ലഗ്. അപ്പൊ നമ്മുടെ ബോധം അങ്ങോട്ട് നിൽക്കുകയാണ്, കണക്ഷൻ പോകുന്നു. അതെ, അല്ല നമ്മുടെ മെഷീൻ നിൽക്കുന്നു, പിന്നെ റിസപ്ഷൻ ഇല്ല. അതാണ് സംഭവിക്കുന്നത്. പിന്നെയും കുത്തിയ വേറൊരു ജന്മം കിട്ടുമെന്ന് പറയാനുണ്ട്. സാർ ഇപ്പോൾ ഈ റോജർ പെൻറോസ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എവിടെ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ബിഗ് ബാങ് തിയറി ഇപ്പോൾ തെറ്റാണെന്ന രീതിയിൽ ചില പുസ്തകങ്ങളൊക്കെ വരുന്നുണ്ട്, ചില ടൈറ്റിൽസിൽ അങ്ങനെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അതല്ല ശരി എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. അപ്പം അവിടെ ഉണ്ടായ ബാങ് സൗണ്ട് എന്ന് പറയുന്നത് റോജർ പെൻറോസ് അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ പറയുന്നത് ഇത് മുമ്പുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിന്റെ എൻഡിന്റെ സൗണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് ദ സൗണ്ട് ഓഫ് ദ ബിഗിനിങ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോഴേ ഇത് ഒരിക്കലും തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഓഷോ പറയും പോലെ ഞാൻ ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെ പ്രപഞ്ചത്തിന്റെ തുടക്കത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മളതൊരു 0 പോയിന്റിൽ തുടക്കമില്ല എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലായിരുന്നു. അപ്പൊ അതൊരു ഫിസിക്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ. അതെ 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 അതെ. അത് ഞാൻ ഇവിടെ ഹോയിൽ നർലിക്കർ സിദ്ധാന്തത്തെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. ഫ്രെഡ് ഹോയിലും നർലിക്കറും. നർലിക്കർ ഫ്രെഡ് ഹോയിലിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, ഇന്ത്യയിലെ പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്നു. പത്മഭൂഷൺ. നർലിക്കർ മരിച്ചു കുറച്ചു കാലം മുമ്പ്. ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അസ്ട്രോണമി ആസ്ട്രോഫിസിക്സിന്റെ ഫൗണ്ടർ ഡയറക്ടർ. ഹോയിൽ നർലിക്കർ തിയറി അനുസരിച്ചിട്ട് യൂണിവേഴ്സ് ഇങ്ങനെ ഒരു ബിഗ് ബാങ്ങിൽ നിന്ന് പോകുന്നേണ്ട ആവശ്യമില്ല, ഒരു സ്റ്റഡി സ്റ്റേറ്റ് യൂണിവേഴ്സാണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത്. ബിഗ് ബാങ് ഒരിടത്ത് നടക്കാം, അതേസമയത്ത് ബിഗ് ക്രഞ്ച് വേറൊരിടത്ത് നടക്കും. അപ്പം അങ്ങനെ ഇങ്ങനെ കുമിളകൾ പൊന്തി വരുന്ന പോലെ യൂണിവേഴ്സുകൾ ഇങ്ങനെ പൊന്തി വരാം പലയിടത്തും. ഇത് ഒരു യൂണിവേഴ്സ് ആകേണ്ട ഒരു കാര്യവുമില്ല, പല യൂണിവേഴ്സുകളും ഉണ്ടാകും. അവിടെയായിട്ട് കുമിളകൾ പോലെ ബിഗ് ബാങ്ങുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് യൂണിവേഴ്സിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു തുടക്കമില്ല, അതിനൊരു അവസാനവുമില്ല, അതിങ്ങനെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിനെ സ്റ്റഡി സ്റ്റേറ്റ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഹോയിൽ നർലിക്കർ തിയറി യാഥാർത്ഥ്യമാകാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ റെസിഡ്യുവൽ റേഡിയേഷൻ എന്ന് പറയുന്ന 4 ഡിഗ്രി കെൽവിൻ റേഡിയേഷൻ, അതാണല്ലോ അതിനെ തെളിവായിട്ട് വെച്ചിരിക്കുന്നത് ബിഗ് ബാങ്ങിന്. അത് പോസിബിളി ഈ യൂണിവേഴ്സിൽ മാത്രം ഉള്ളൊരു കാര്യമായിരിക്കാം. പുറത്ത് ചിലപ്പോൾ 6 ഡിഗ്രി ആണോ എന്ന് അറിയില്ല യൂണിവേഴ്സിന്റെ പുറത്ത്. അപ്പൊ ബിഗ് ബാങ് യൂണിവേഴ്സ് യാഥാർത്ഥ്യമാകാം, എന്നാലും അതിന് തുടക്കം വേണമെന്നില്ല. കാരണം വേറെ എൽസ്വെയർ ദേർ വിൽ ബി അതർ യൂണിവേഴ്സസ്. അപ്പൊ യൂണിവേഴ്സുകളുടെ പാരലൽ യൂണിവേഴ്സസ് ആർ ദർ, വേർ ലോസ് ഓഫ് ഫിസിക്സ് കുഡ് ബി ഡിഫറെന്റ്.
അപ്പോൾ പാരലൽ യൂണിവേഴ്സിനെ കുറിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് വരുന്നുണ്ട്. ഇതൊരു യൂണിവേഴ്സ്, ഒരു യൂണിവേഴ്സിൽ ഇതൊക്കെയാണ് നിയമങ്ങൾ. ന്യൂട്ടന്റെ ചലന നിയമങ്ങളും ഐൻസ്റ്റീന്റെ സ്പീഡ് ബ്രേക്കറും ഒക്കെയാണ് നിയമം. മറ്റൊരു യൂണിവേഴ്സിൽ അതാകേണ്ട ആവശ്യമില്ല. പാർട്ടിക്കിൾസ് തന്നെ ആയിക്കൊള്ളുന്നില്ല. അവിടെ വേറെ തലത്തിലുള്ള ജീവിതമായിരിക്കാം പോസിബിൾ. ഈ ഭാരതീയ പുരാണങ്ങളിലും അതുപോലെ ഇതിഹാസങ്ങളിലും ഒക്കെ അതർ വേൾഡുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർക്കും അതിനകത്ത് സംശയങ്ങളും ഇല്ലായിരുന്നു. കാരണം മരണാന്തരം പോകേണ്ട മറ്റു ലോകമുണ്ടെന്നും അത് നടന്നു തന്നെ പോകാമെന്നൊക്കെ പറയുന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് നടന്നാണ് ഒരു സ്വർഗത്തിലേക്ക് പോകുന്നതെന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു വലിപ്പത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നിസ്സാരമായ ഒരു എന്താ പറയുക ഒരു മണത്തരിയുടെ അത്ര പോലും വലിപ്പം നമ്മുടെ ഭൂമിക്കില്ല, സൂര്യനില്ല. അപ്പോൾ ഈ പറയുന്ന അനന്ത ബ്രഹ്മാണ്ഡ കോടി എന്ന് പറയുന്ന ഒരു സങ്കല്പനം ഭാരതീയ വേദാന്ത ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിൽ ഇവിടെ വളരെ ചെറിയ ഒരു അണുവിൽ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും വിസ്തൃതമായിട്ടുള്ള ഈ അനന്ത ബ്രഹ്മാണ്ഡ കോടിയിൽ പല സ്ഥലത്തും ഈ പറയുന്ന മനുഷ്യാതീതരായ എൻറ്റിറ്റികളുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ളത് പറഞ്ഞിട്ടുണ്ട്. യക്ഷന്മാർ, കിന്നരന്മാർ, ഇങ്ങനെയുള്ള. അപ്പം ഇപ്പം മോഡേൺ സയൻസ് അല്ലെങ്കിൽ ഇപ്പം മോഡേൺ കാഴ്ചപ്പാടുകൾ അമേരിക്കയിലൊക്കെ ഏലിയൻസ് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടിനെ കുറിച്ച് പഠനം നടക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതേപോലുള്ള ജീവന്റെ സാന്നിധ്യങ്ങൾ ഉണ്ടാകുമോ, നമ്മളെ പോലുള്ള ഹയർ ബീയിങ്സ് ഉണ്ടാകുമോ? അപ്പം അങ്ങ് പാരലൽ വേൾഡിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നമുക്ക് പാരലൽ വേൾഡിലേക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രപഞ്ചത്തിൽ സ്റ്റാറുകളെക്കാട്ടിലും കൂടുതൽ ഗ്രഹങ്ങളാണുള്ളതെന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. എക്സ് സ്റ്റാറുകൾ ഉണ്ടെങ്കിൽ ഒരു 3 to 4, 5 എക്സ് ടൈംസ് പ്ലാനറ്റ്സ് കാണും. അതിൽ ഓരോ സ്റ്റാറിനും 6-7 പ്ലാനറ്റ്സ് കാണാൻ വഴിയുണ്ട്. അങ്ങനെ ഹാബിറ്റബിൾ ആയിട്ടുള്ള വേൾഡുകൾ ചെറുതൊന്നുമല്ല. ഇപ്പൊ തന്നെ 4000-ലധികം പ്ലാനറ്റ്സുകളെ, എക്സോ പ്ലാനറ്റ്സുകളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതിലെല്ലാത്തിലും ജീവനുണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഭൂമിക്ക് സമാനമായ പ്ലാനറ്റുകൾ, ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് മാത്രമല്ല, എത്ര ഹാബിറ്റബിൾ പ്ലാനറ്റ്സ് കാണുമെന്ന് കണക്കാക്കാൻ പോലും നമുക്ക് ഇപ്പം പറ്റുന്നില്ല. അപ്പോൾ അതിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ജീവ വസ്തുക്കളും ജീവജന്തുക്കളും ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം അത് ഉറപ്പിച്ച് പറയാൻ പറ്റും ഏതാണ്ട്. പക്ഷെ നമ്മൾ അവരുമായിട്ട് ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്ര വിദൂരത്താണ് അവരെല്ലാം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ടല്ലോ, അനന്തകോടി ബ്രഹ്മാണ്ഡ തന്നെയല്ലേ പറയുന്നത്. അപ്പൊ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളുള്ളപ്പോൾ പിന്നെ അതിന്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കുന്നതിലും അതീതമാണ്. എന്തായാലും മോഡേൺ സയൻസിന് ഒരു കൺക്ലൂഷനിലേക്ക് ആയിട്ടില്ല എന്ന് വേണം പറയാൻ. മോഡേൺ സയൻസ് മനുഷ്യനുണ്ടാക്കിയതാണല്ലോ. മനുഷ്യന്റെ ലിമിറ്റേഷൻസ് അല്ല അതിനെ അല്ല, മനുഷ്യന്റെ ലിമിറ്റേഷൻ ഉപരിയായിട്ടുള്ള ഒരു മോഡേൺ സയൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ചിന്താശക്തിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിലുണ്ടായേ പറ്റൂ. ബിക്കോസ് നമ്മളിവിടെ ഈ ഭൂമിയിൽ വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. ഈ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത് 1,00,000 വർഷം ഒക്കെ വെച്ചാൽ മതി. അതെ. അപ്പൊ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോന്നുള്ള നമ്മുടെ അറിവിലില്ല. മറ്റ് ഒരു സിവിലൈസേഷൻ നശിച്ച് മറ്റൊരു സിവിലൈസേഷൻ വന്നിട്ടുണ്ടാകാനുള്ള പോസിബിലിറ്റി ഡിഫറെന്റ് തിങ്. ഭൂമി തന്നെ ഉണ്ടായിട്ട് 4.5 ബില്യൺ ഇയേഴ്സേ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്. നമുക്കെല്ലാം അറിയാൻ പറ്റുന്ന നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. ഇനി അഥവാ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ എല്ലാം അറിയേണ്ട ആവശ്യമില്ലാത്ത സ്ഥിതിയിലാണ്. നമ്മളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണുന്നതാകെ നമ്മളെ പേടിപ്പെടുത്തും. അതാണല്ലോ അർജുനന് സംഭവിച്ചത്. അങ്ങനത്തെ പഴയ രൂപം മതി. പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് അർജുനൻ അഭ്യർത്ഥിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ ഗ്രാഹ്യശക്തിക്ക് അതീതമാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ നിലനിൽക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഇതേ ഉള്ളൂ. നമ്മൾ ഈ ദ്രവ്യ സംരക്ഷണ നിയമപ്രകാരം എല്ലാം തന്നെ പാർട്ടിക്കിൾസ് നിന്ന് ഫോം ചെയ്തു, മൂലകങ്ങളുണ്ടായി. അപ്പോൾ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസിലൂടെയും മ്യൂട്ടേഷൻസിലൂടെയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ അങ്ങയുടെ ശരീരത്തിലും എൻ്റെ ശരീരത്തിലും നമ്മൾ ഈ കാണുന്ന എല്ലാ ജീവജാലങ്ങളിലും ഒക്കെ ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ മനുഷ്യ വംശത്തിലേക്ക് വരുമ്പോൾ നമ്മൾ
ഇതിന്റെ അപ്പുറത്തോട്ട് മീൻസ് നമുക്ക് അൺസയന്റിഫിക് എന്ന് ഇന്നത്തെ ജനറേഷൻ ജെൻസി ഒക്കെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞതാണ്, സാർ ശരിക്കും ഈ ഗുരുദക്ഷിണ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ ആവശ്യം എന്താണ്? സോ ദ ടീച്ചർ ഈസ് ഡൂയിങ് ഹിസ് ഡ്യൂട്ടി ആൻഡ് ഹി ഈസ് ഗെറ്റിംഗ് ഹിസ് സാലറി, ദെൻ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ദിസ് ഗുരുദക്ഷിണ? അതായത് അമ്മ ഉണ്ടാക്കിയ ഫുഡ് എന്ന് പറയുന്നതിന്റെ അതിന്റെ എന്താണ് അതിന് പ്രത്യേകിച്ച് വരുന്നതിന് കാരണം എന്നൊക്കെ ചോദിക്കുന്ന ഒരു തലമുറയാണ്. അപ്പോൾ അവിടെ നമ്മുടെ പിന്നെ ഈ സാംസ്കാരിക പാരമ്പര്യം അനുസരിച്ച് നമ്മൾ പ്രായത്തിനെ ബഹുമാനിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഗുണത്തിനെ ആദരിക്കുന്നു, അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കഴിവുകളെ ആദരിക്കുന്നു, ഇതെല്ലാം വരുന്നു. അപ്പോൾ ഇതിലെല്ലാത്തിലും ഈ പാർട്ടിക്കിൾസിൻ്റെ മാത്രമാണെങ്കിൽ ഈ പറയുന്ന വിഭാഗങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഈ ഒരു എയോട് ചോദിച്ചാൽ എ ഗുരുദക്ഷിണ തരില്ല. നോട്ട് ഈവൻ കോൺഷ്യസ്. അതെ 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 അതെ. അപ്പൊ നമ്മൾ ഈ കാട്ടുന്ന ഗുരുദക്ഷിണയും ഗുരുക്കളോടുള്ള ആദരവും ഒക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതെ. ആ സംസ്കാരം എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിനുള്ളതല്ല. പാർട്ടിക്കിൾസിന്റെ സംസ്കാരം ഡിഫറെന്റ് ആണ്. അതിന് വളരെ ലിമിറ്റഡ് സംസ്കാരമേ ഉള്ളൂ. അപ്പൊ അതിന്റെ കോമ്പിനേഷൻസിനും ലിമിറ്റഡ് സംസ്കാരമായി കാണുള്ളൂ. അത് മാത്രമാണെങ്കിൽ പക്ഷെ കോമ്പിനേഷൻസിൽ നിന്ന് വരുന്ന കാര്യമാണ് എമർജന്റ് പ്രോപ്പർട്ടീസ്. ഈ പാർട്ടിക്കിൾസ് എല്ലാം കൂടി കണക്ട് ചെയ്ത് മനുഷ്യരൂപം ഉണ്ടാക്കി കഴിയുമ്പോൾ മോഡേൺ സയൻസിന്റെ വേറൊരു ശാഖ അങ്ങനെയാണ് അതിനെ വീക്ഷിക്കുന്നത്. എമർജന്റ് പ്രോപ്പർട്ടീസ്. We can have systems from which new properties can emerge. For example, you can have oxygen, it has one set of properties. Hydrogen, it can have another set of properties. You combine oxygen and hydrogen, you get H2O, water. Water has a different set of properties. Water molecule is different. It is not the property of hydrogen or oxygen. So these are emergent properties. അപ്പോൾ മോഡേൺ സയൻസ് ഇതിനെ നോക്കിക്കാണുന്നത് you assemble all these particles, molecules, biomolecules and all that, get a system, it has its own emergent property. എമർജന്റ് പ്രോപ്പർട്ടിയിൽ പെട്ടതാണ് ഈ ബോധവും ഇതൊക്കെ. ഭയവും പേടിയും ഹണ്ടിങ്, ഐ മീൻ എന്നാ പറയുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹാബിറ്റൊക്കെ അതിൽ നിന്നാണല്ലോ വരുന്നത്. എവല്യൂഷൻ പിന്നെ അങ്ങനെയാണല്ലോ ഉണ്ടാവുന്നത്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. അപ്പൊ ദീസ് ആർ സം ഓഫ് ദ എമർജന്റ് പ്രോപ്പർട്ടി. അപ്പം നമ്മുടെ വേദാന്തം പറയുന്നത് അത് തന്നെയാണ്. യൂണിവേഴ്സ് ഇസ് ആൻ എമർജന്റ് തിങ്. ഓം അല്ലെങ്കിൽ ബ്രഹ്മൻ അതിൽ നിന്ന് എമർജ് ചെയ്യുന്നു. എമർജന്റ് പ്രോപ്പർട്ടീസ് ശാസ്ത്രം ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാ വൈ നോട്ട് ദിസ്? പ്രപഞ്ചം ആകെ ഒരു എമർജന്റ് സിസ്റ്റമാണ്, മനുഷ്യന്റെ എമർജന്റ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ആ നിലയ്ക്ക് അതിനെ വീക്ഷിക്കുന്നതിൽ തെറ്റില്ല. അത് ഈ ദി ക്യാരക്ടറിസ്റ്റിക്സ് ടു എമർജ്, the capability to emerge new properties, give out new properties in a system which is assembled by primary things. That is the proper characteristics of Brahman. Brahman will help you to create new things with new properties. അത് ശങ്കരാചാര്യർ പോലും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റുകൾ നടത്തിയൊരു പരീക്ഷണമുണ്ട്. 3 ചെടികൾ വെച്ചിട്ട് എല്ലാത്തിനും തുല്യമായിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ് കൊടുത്തിട്ട് ഒരെണ്ണത്തിനോട് നമ്മൾ സ്നേഹപൂർവ്വം പറയുന്നു, മറ്റതിനോട് നമ്മൾ വെറുപ്പോടി പറയുന്നു, ഒന്ന് ന്യൂട്രൽ. പക്ഷേ ഇതിന്റെ 3ന്റെ റിസൾട്ട് ശരിക്കും ബിവൈൽഡറിങ് ആയിരുന്നു, ഡിഫറെന്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കണികകളുടെ മാത്രം ഒരു എമർജൻസി അല്ല, അതിന്റെ അപ്പുറത്ത് നിയന്ത്രിക്കപ്പെടുന്ന ഒരു ബോധത്തിന്റെ തലം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ കണികകൾ തന്നെ by itself they don't exist. കണിക എന്ന് പറയുന്ന ഒരു ഫീൽഡിന്റെ എക്സൈറ്റേഷൻ ആണ്. കണിക ഫോട്ടോൺ ഇറ്റ്സ് എ പാർട്ടിക്കിൾ, ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സൈറ്റേഷൻ ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇതിനെ അപ്സെറ്റ് ചെയ്തില്ലെങ്കിൽ ഫോട്ടോൺ ഇല്ല. അത് പെർട്ടർബ്ഡ് ആയിട്ട് അതിനെ എവിടെയെങ്കിലും എക്സൈറ്റ് ചെയ്ത്, അതായത് ശാന്തമായിരിക്കുന്ന കുളത്തിൽ വേവ് ഇല്ല, ഒരു കല്ലിട്ടാൽ ഇറ്റ് ഡിസ്റ്റർബ്. പറഞ്ഞ എക്സാമ്പിൾ ആണ് എന്ന് പറഞ്ഞ പോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് തിങ്, ആൻഡ് ദ മൊമെന്റ് യു എക്സൈറ്റഡ് photons will come up. Same is the case with electrons. There is a field corresponding to electrons. Excitations in that field will create electrons. But underlying every particle is a field. Higgs bosons. Higgs bosons are there everywhere. From normally we don't see them, because it is in the Higgs field. Higgs field you cannot see, but the excitation in the Higgs field you can detect. That's Higgs particle ആയിട്ട് വരുന്നത്. So every particle, every bit of matter is an excitation in the corresponding field. അപ്പോൾ നമ്മൾ സ്നേഹത്തോടെ വെള്ളമൊഴിക്കുമ്പോൾ you are doing something in the field.
അതെ. corresponding to this. So the field surrounds all of us. Field surrounds the tiny plant also. So all these things can migrate, diffuse through the fields, corresponding fields. Nothing prevents it. പക്ഷെ നമുക്കത് റൊട്ടീനായിട്ട് മെക്കാനിക്കലായിട്ട് ചെയ്യാൻ പറ്റാറില്ല. അത് ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബട്ട് വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് കണ്ടിന്യൂസ്ലി ഇറ്റ് വർക്ക്സ്. അതുകൊണ്ടാണ് അഭ്യാസം കൊണ്ട് നേടാൻ പറയുന്നത്. പരിശ്രമവും അഭ്യാസവും കൊണ്ട് ചിലപ്പോൾ അത് നേടാൻ പറ്റും. ബോധത്തിന്റെ ഒരു തലം തന്നെയാണ്. അതെ, അങ്ങനെയായിരിക്കും മുനിമാര് അനേക കൊല്ലം ഇരുന്ന് തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്റൻസ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഇന്റൻസ് ഫീൽഡ് ക്യാൻ ഡു സെവറൽ തിങ്സ്. നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെ ആത്മീയതയെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ നമ്മൾ എല്ലാവരും പരാമർശിക്കുന്ന ഒരു യൂണിവേഴ്സൽ സയന്റിസ്റ്റ്, അല്ലെങ്കിൽ ദ മോസ്റ്റ് പോപ്പുലർ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. അപ്പോൾ അദ്ദേഹം പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്റ്റബേൺലി പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ പറയുന്ന ഒരു സിസ്റ്റം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സിസ്റ്റം. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഭ്രമാത്മകമായിട്ടുള്ള ഒരു സ്വപ്നമായിട്ട് അല്ലെങ്കിൽ ഒരു സ്വപ്നാടനമായിട്ട് നമ്മൾ പലപ്പോഴും വായിക്കേണ്ടി വരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഭയപ്പെടുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്, കർമ്മ സിദ്ധാന്തം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ന്യൂട്ടോണിയൻ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ വായിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ഭ്രമാത്മകമാണ് എങ്കിൽ നമ്മുടെ കർമ്മങ്ങളുടെ ഒരു സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധൂകരണം എന്താണ്? അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഫ്യൂച്ചർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഇതൊരു കേവലമായ ഒരു മിയർ കാഷ്വാലിറ്റി ആണോ? അതോ ഈസ് ദർ എനി കൈൻഡ് ഓഫ് അതിൻ്റെ പിറകിലൊരു ബോധമുണ്ടോ? വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോദ്യമാണത്. പക്ഷേ ടൈമിൻ്റെ കാര്യം ഞാൻ പറയാം. ന്യൂട്ടൺ വിചാരിച്ചിരുന്നത് ദർ ഈസ് എ ടൈം വിച്ച് ഫ്ലോസ് ഇറസ്പെക്റ്റീവ് ഓഫ് എവറിത്തിങ് എൽസ്, ആൻ ഇവൻറ്റ്ഫുൾ ഫ്ലോ, നിരന്തരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ന്യൂട്ടൺ സങ്കല്പിച്ചത്. എന്നാൽ അതേ സമയത്ത് ഐൻസ്റ്റീൻ്റെ സമയം അങ്ങനത്തെ ഒരു സമയമല്ല. പല ഈവൻ ആസ്ട്രോണമർ റോയൽ ആർതർ എഡിങ്ടൺ പറഞ്ഞിരുന്നത് ആസ്ട്രോണമിക്കൽ ടൈം പോലും കറക്റ്റ് അല്ല എന്നാണ്. പക്ഷെ അത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് കണക്കിലെടുത്തുകൊണ്ട് പറഞ്ഞതാണ്. ഐൻസ്റ്റീൻ്റെ ടൈം അതിൽ നിന്നും വ്യത്യസ്തമാണ്, അത് റിലേറ്റീവാണ്. ടൈം ഒബ്സർവറുടെ ചലന സ്റ്റാറ്റസ്, ചലനത്തിൻ്റെ അവസ്ഥയെ അനുസരിച്ച് സമയം മാറാം. നമുക്ക് രണ്ട് ഇവൻറ്റ്സ് ഉണ്ടെന്നിരിക്കട്ടെ, എ എന്നുള്ള ഇവൻറ്റും ബി എന്നുള്ള ഇവൻറ്റും. അത് സൈമിൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നതായിട്ട് ഒരു ഒബ്സർവർക്ക് തോന്നാം. ഇനി വേറൊരു ഒബ്സർവർ, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്സർവർക്ക് ചിലപ്പോൾ എ ആദ്യം വരും, ബി രണ്ടാമത് വരും. ഇനി മൂന്നാമതൊരു ഒബ്സർവർ വേറൊരു ദിശയിലാണ് ട്രാവൽ ചെയ്യണമെങ്കിൽ ബി ആദ്യം വരും, എ പിന്നീട് വരും. അപ്പോൾ ഈ സൈമിൾട്ടേനിയറ്റി, പ്രിസീഡൻറ്റ്, ആഫ്റ്റർ ദ ഇവൻറ്റ്, ഇതൊന്നും അതിന് പ്രസക്തിയില്ല. അതെല്ലാം ആപേക്ഷികമാണ്. സൈമിൾട്ടേനിയറ്റി എന്നുള്ളത് ആപേക്ഷികം മാത്രമാണ്. ഇപ്പോൾ ഇവിടെ സൈമിൾട്ടേനിയസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ സ്പേസ് ടൈം എൽസ്വെയറിൽ സൈമിൾട്ടേനിയസ് അല്ലാതെ ഒരു കാലത്തും ആവില്ല. അപ്പം നമ്മളുടെ ചലനാവസ്ഥയൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഐൻസ്റ്റീൻ്റെ സമയം. അതിപ്പോൾ ഡയഗ്രമാറ്റിക്കായിട്ട് മിങ്കോവസ്കിയാണ് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തെ ഒരു പടത്തിലാക്കിയത്. അപ്പോൾ ആ പടം അനുസരിച്ച് ലൈറ്റിനൊരു കോണുണ്ട്, ലൈറ്റ് കോൺ. അതെ. അപ്പോൾ ആ ലൈറ്റ് കോണിൽ ഒരു അബ്സല്യൂട്ട് പാസ്റ്റും ഒരു അബ്സല്യൂട്ട് ഫ്യൂച്ചറും. ലൈറ്റ് കോൺ കവർ ചെയ്യാത്ത വേറെ പോർഷൻസ് ഉണ്ട് എൽസ്വെയർ. ഈ എൽസ്വെയറിൽ ഇത് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല. അബ്സല്യൂട്ട് പാസ്റ്റ് ആണോ അബ്സല്യൂട്ട് ഫ്യൂച്ചർ ആണോ എന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ടൈം അങ്ങനെ കംപ്ലീറ്റ്ലി റിലേറ്റീവാണ്. പക്ഷെ ഐൻസ്റ്റീൻ ഈ മൈക്രോസ്കോപ്പിക് അനാലിസിസ് നടത്തുന്നില്ല. മൈക്രോസ്കോപ്പിക് അനാലിസിസിലുള്ള ടൈം സ്റ്റിൽ ഡിഫറെൻറ്റ്. അവിടെയാണ് എഡിങ്ടൻ്റെ ടൈം വരുന്നത്. എഡിങ്ടൺ നേരത്തെ പറഞ്ഞ പോലെ തെർമോമീറ്റർ വെച്ച് ടൈം അളക്കാം എന്ന് പറയുന്ന ആളാണ്. കാരണം അബ്സല്യൂട്ട് ടൈമിൻ്റെ ഫ്ലോ കണക്കാക്കണമെങ്കിൽ എൻട്രോപ്പിയുടെ മാറ്റമാണ് നോക്കുന്നത്. അപ്പോൾ ദ ഡയറക്ഷൻ ഇൻ വിച്ച് എൻട്രോപ്പി ഇൻക്രീസസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ടൈം. ദാറ്റ്സ് ദ ആരോ ഓഫ് ടൈം. അപ്പോൾ ഫ്രം പ്രസന്റ് ടു ഫ്യൂച്ചർ.
ബെർഗ്സൺ എന്ന് പറയുന്ന ആൾ ഇതിലും വ്യത്യസ്തനാണ്. അയാള് ബെർഗ്സൺ പറയുന്നത് എന്താ വെച്ചാൽ പാസ്റ്റും ഇല്ല ഫ്യൂച്ചറും ഇല്ല, ഒരു കത്തിമന പോലെയാണ്, നമുക്കിപ്പോൾ പ്രസന്റ് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ലൈക്ക് എ നൈഫ് എഡ്ജ്. അപ്പൊ വാട്ട് മാറ്റേഴ്സ് ഇസ് ദ ഡ്യൂറേഷൻ ഓഫ് ആൻ ഇവന്റ്. ഒരു സംഭവത്തിന്റെ ഡ്യൂറേഷൻ മാത്രമേ നമ്മുടെ മനസ്സിൽ പതിയുന്നു. അല്ലാതെ അബ്സല്യൂട്ട് പാസ്റ്റും നമ്മുടെ കയ്യിലില്ല, അബ്സല്യൂട്ട് ഫ്യൂച്ചറും നമ്മുടെ കയ്യിലില്ല. സംതിങ് ഇസ് റെക്കോർഡഡ് ഇൻ അവർ ബ്രെയിൻ, ദാറ്റ്സ് ഡിഫറെന്റ്. Past is somewhat recorded in our brain, but we cannot catch the past. Past is gone. അതാണ് വാസനകളായിട്ട് വരുന്നു പറയുന്നത്. We can do nothing with the past. It occurs and goes in no time. അപ്പൊ സമയത്തിന് ഒരെത്തും പിടിയും കൊടുക്കാത്തൊരു സാധനമാണ് സമയം. അതുകൊണ്ടാണ് കാർലോ റോവല്ലി പറയുന്നത് സമയം നമ്മളിലാണോ നമ്മൾ സമയത്തിലാണോ എന്നുള്ളത്. ആബ്സല്യൂട്ട് ഫ്യൂച്ചർ, ആബ്സല്യൂട്ട് പാസ്റ്റ്, പ്രസന്റ്, ഈ വക കാര്യങ്ങൾ നമ്മുടെ സ്പേസ് ടൈം കണ്ടിന്യൂറ്റിയിലുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതൊന്നും ഗ്രാസ്പബിൾ അല്ല. പ്രസന്റ് മാത്രമേ ഗ്രാസ്പബിൾ. പക്ഷെ പ്രസന്റ് ഹൗ ഷോർട്ട്, പ്രസന്റ് കുറച്ച് വന്ന് നാനോ സെക്കൻഡ്, പൈക്കോ സെക്കൻഡ്, ഫെംറ്റോ സെക്കൻഡ് വരെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഒരു കാഴ്ച കാണുമ്പോൾ സെവറൽ ബില്യൺസ് ഓഫ് പിക്ചേഴ്സ് അസംബിൾ ചെയ്തിട്ടാണ് ഒരു പ്രസന്റ് ഉണ്ടാവുന്നത്. കാരണം നമ്മൾ പ്രസന്റ് ചുരുക്കി നമുക്ക് പൈക്കോ സെക്കൻഡ്, ഫെംറ്റോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻15, -18 അറ്റോ സെക്കൻഡ്, അതിലേക്കൊക്കെ പോകാമല്ലോ. അപ്പൊ അങ്ങനെ അറ്റോ സെക്കൻഡ് ഷോട്ടുകൾ അടുക്കി വെച്ചിട്ടാണ് നമുക്ക് പ്രസന്റ് ആവുന്നത്. നമ്മുടെ സെൻസേഷൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മില്ലി സെക്കൻഡ്സ്. ഒരു മില്ലി സെക്കൻഡ്സിൽ ബില്യൺസ് ഓഫ് പൈക്കോ സെക്കൻഡ് തിങ്സ് ക്യാൻ ബി ദർ. അപ്പൊ അങ്ങനെ പല സംഭവങ്ങളെയും കൊണ്ട് അടുക്കി വെച്ചിട്ടാണ് ഒരു പ്രസന്റ് സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. ചിലപ്പം പറഞ്ഞു വരുന്ന മറ്റേ സൊനോ എന്ന് പറയുന്ന അതിന്റെ ഒരു കോൺസെപ്റ്റ് അല്ലേ, മറ്റേ ആരോ പാരഡോക്സും അക്ലസ് ആൻഡ് അതിങ്ങനെ ആ സെക്കൻഡ് കുറച്ച് വന്നാൽ ഒരിക്കലും സെനോന് ആമയെ കിടന്നു പോകാൻ പറ്റില്ല. മുയലിനെ കിടന്നു പോകാൻ പറ്റില്ല. സെനോസ് പാരഡോക്സ് അത് തന്നെയാണ്. പക്ഷെ അത് പാരഡോക്സ് അല്ല. ബിക്കോസ് ടൈം ഈസ് ഡിവിസിബിൾ ആൻഡ് ഡിവിസിബിൾ ആൻഡ് ഡിവിസിബിൾ ആൻഡ് ഡിവിസിബിൾ. അപ്പൊ പ്രസന്റ് എന്ന് പറയുന്നത് എത്ര ഷോർട്ടാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചെല്ലാം പ്രസന്റ് എന്ന് പറയുന്നത് നമ്മുടെ നെർവിന്റെ സെൻസിറ്റിവിറ്റീസ് ആർ ഓഫ് ദി ഓർഡർ ഓഫ് മില്ലി സെക്കൻഡ്സ്. അപ്പൊ നമ്മള് പക്ഷെ വിഷ്വൽ സെൻസേഷൻസ് ലാസ്റ്റ് ഓൺലി 1/18th of a second. ആണല്ലോ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. എന്താണ് സിനിമ കാണുന്നത്. ഈ സിനിമ നമ്മൾ മുറിഞ്ഞേ കാണും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നത്. ടി വി അങ്ങനെയാണ്. ഇങ്ങനെ ഫ്രാഗ്മെന്റഡ് ആയുള്ള പല പീസുകൾ നമ്മളിങ്ങനെ ഒരുമിച്ച് കാണുന്നതുകൊണ്ടാണ് റണ്ണിങ് നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സമയം ഒഴുകുന്നു മുന്നോട്ട് എന്ന് പറയുന്നതിന് കാരണം. വണ്ടർഫുൾ എക്സ്പ്ലനേഷൻ. സമയം ഒഴുകുന്നില്ല, സമയം ഒഴുകുന്നുള്ളൂ. നമുക്ക് ഒഴിയ സമയം കിട്ടുമില്ല, സമയം കിട്ടില്ല, ഫ്യൂച്ചറിലും സമയം കിട്ടില്ല. അതെ. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ടൈമിനെ കുറിച്ച് പറയുമ്പോൾ ഡെൽറ്റ T = 0, ഡെൽറ്റ ഡിസ്പ്ലേസ്മെന്റ് S = 10⁻�0 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിലെ ചലനം എന്ന് നമ്മൾ പറയുന്നു. ഇപ്പം നമ്മൾ പറയുന്നു ഇപ്പം ദിവസങ്ങൾക്ക് വേഗത കൂടുതലാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഡിവൈസുകളെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട്, ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, വളരെ വേഗതയിൽ ദിവസം പോകുന്നു. ഇപ്പം കഴിഞ്ഞ വർഷം പെട്ടെന്ന് തീർന്നു. ഇപ്പം അടുത്ത 2026 നമ്മൾ കടക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു കോൺസെപ്റ്റിൽ നോക്കുമ്പോഴത്തെ പ്രപഞ്ച ചലനങ്ങളില്ലല്ലോ. പ്രപഞ്ചത്തിലെ ചലനം അല്ലാതെ പ്രശ്നമാകുന്നത്, അവിടെ പ്രശ്നമാകുന്നത് നമ്മുടെ മെന്റൽ സ്റ്റേറ്റ്സ് ആണ്. കാരണം പ്രപഞ്ചത്തിലെ ചലനം അതിനെ ബാധിക്കുന്നില്ല. പക്ഷെ നമ്മള് ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞല്ലോ, ഒരു സുന്ദരിയുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ സമയം ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. നമ്മള് ഒരു ഹോട്ട് ബോക്സിന്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ സമയം പതുക്കെ പോകുന്നുണ്ട്. അവിടെ അത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ എഡിങ്ടന്റെ സമയം കുറച്ചും കൂടി അബ്സല്യൂട്ട് ആണ്. ഇൻ ദ സെൻസ് ദാറ്റ് ദി ഡയറക്ഷൻ ഇൻ വിച്ച് എൻട്രോപ്പി ഇൻക്രീസസ്, അത് താഴെ വീണ് പൊട്ടുന്നു. പിന്നെ തിരിച്ച് പാത്രം ഉണ്ടാകുന്നില്ല. ഗ്ലാസ് പോട്ട് താഴെ വീണ് പൊട്ടിയാൽ തിരിച്ച് കഷ്ണമൊക്കെ കൂടി ഒരു ഫുൾ ഗ്ലാസ് പോട്ട് ആകുന്നില്ല. അതല്ലേ റെട്രോ കാഷ്വാലിറ്റി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നല്ലേ, വെർച്വൽ ടൈം സ്പേസ് റിവേഴ്സിബിലിറ്റി ഓഫ് ടൈം. റെട്രോ കാഷ്വാലിറ്റിയെ കുറിച്ചും ഐൻസ്റ്റീൻ പറയുന്നില്ല. അതായത് വെള്ളപ്പൊക്കമാണോ ആദ്യം നമ്മൾ കാണുന്നത് അതോ മഴ പെയ്യുന്നതാണോ എന്നുള്ളൊരു സങ്കല്പമില്ലേ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക്. അത് ഇതിന്റെ കറസ്പോണ്ടിങ് ആണ്. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് മഴ ഉണ്ടാകില്ല, മഴ ഉണ്ടായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകില്ല. സെയിം ഡയറക്ഷൻ. വെർച്വൽ സ്പേസ് ടൈം ഡയലേഷൻ അല്ലേ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലേ ഐൻസ്റ്റീനെ കുറിച്ച്. ഡയലേഷൻ വരുന്നത് പ്രധാനമായിട്ട് പ്രകാശവേഗതയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേ ആ എഫക്റ്റ് ഒക്കെ വരുള്ളൂ. സാധാരണ ലോകത്തിൽ ഡയലേഷൻസ് കാണാൻ പറ്റില്ല. തിയറട്ടിക്കലായിട്ട് പറയാം. അതായത് നാളെ വരുന്ന പ്രഭാതം നമ്മളേക്കാൾ വേഗതയിൽ പോകുന്ന ഒരാൾ നേരത്തെ കണ്ടു, അങ്ങനെ ഒരു സങ്കല്പം. വേറൊരു ചില എക്സ്പെരിമെന്റുകളിൽ
ഫ്യൂച്ചർ അഫക്ട്സ് ദ പ്രസന്റ് എന്നുള്ളതാണ്. അതായത് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ പ്രസന്റിലെ സിറ്റുവേഷൻസിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അതായത് ഫ്യൂച്ചർ ക്യാൻ കൺട്രോൾ ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ക്യാൻ കൺട്രോൾ ദ പാസ്റ്റ് എന്നുള്ള അത് ചില പാർട്ടിക്കൽ എക്സ്പെരിമെന്റ്സിൽ അങ്ങനെ വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ വെൻ യു കൺസിഡർ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആൻഡ് ഇറ്റ്സ് ഓൾട്ടറേഷൻസ്. അപ്പൊ അങ്ങനെ ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്സ് വളരെ ഫേമസ് ആണ്. അത് അവിടെയാണ് പാർട്ടിക്കിളാണോ വേവാണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഡിലേഡ് ഒബ്സർവേഷൻസ് എന്നൊക്കെയുള്ള സെറ്റപ്പ് കൊണ്ട് നമുക്ക് ഒരു 2 സ്ലിറ്റിൽ ഒരെണ്ണത്തിൽ കൂടി കടത്തി വിടാം. അപ്പം ഇത് ഡിസപ്പിയർ ചെയ്യും ഇന്റർഫറൻസ് പാറ്റേൺ. 2ലും കൂടി കടത്തി വിടാം. പക്ഷെ അതിന് ശേഷം ഒരെണ്ണത്തിൽ കൂടി കടത്തി വിടുന്ന പാർട്ടിക്കിളിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണത്തിനെ മാത്രം ഡിലേഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ അപ്പോഴും പോകുന്നു. അപ്പം നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് പ്രസന്റിനെ അഫക്ട് ചെയ്യും. അപ്പോൾ ഇത് കടന്നു പോയതിന് ശേഷമാണല്ലോ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോഴും ഇന്റർഫറൻസ് പാറ്റേൺ പോകുന്നു. സാർ ഇപ്പം പറഞ്ഞ കാര്യം എനിക്ക് നല്ലതായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഇപ്പം ഞാൻ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു കുഴിയിൽ വീഴുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കുഴി അവിടെ ഓൾറെഡി ഉണ്ടാവണം. അപ്പൊ ഫ്യൂച്ചർ ഈസ് റിയലി കണക്ടിങ് ടു മൈ പ്രസന്റ്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ വിധി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമുക്ക് സയന്റിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ സാർ? ദാറ്റ്സ് എ ഗുഡ് കൺസെപ്റ്റ്. വിധി എന്നുള്ളൊരു നല്ല കൺസെപ്റ്റാണ്. നമ്മുടെ ഭാരതീയ സങ്കല്പങ്ങൾ പലതും നല്ലതാണ്. സാറേ പറഞ്ഞ വെളിച്ചത്തിൽ വേണമെങ്കിൽ നമുക്ക് വായിക്കാം. പക്ഷെ നമുക്ക് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. വിധി എന്നുള്ളൊരു നല്ല സങ്കല്പമാണ്. കംസനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടെ കൃഷ്ണൻ ജനിച്ചു. അങ്ങനെ നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോൾ the question can be asked whether the world is fully deterministic or the world is not deterministic. ചിലർ ആർഗ്യൂ വേൾഡ് ഈസ് ഫുള്ളി ഡിറ്റർമിനിസ്റ്റിക് ബിക്കോസ് നിങ്ങളുടെ ഹാബിറ്റ്സും സ്വഭാവങ്ങളും ഒക്കെ നിങ്ങളുടെ DNA അനുസരിച്ചിരിക്കും എന്നൊക്കെ പറയാം. പക്ഷേ ദർ ഈസ് ഇൻഡിറ്റർമിനസി theory by Heisenberg. Heisenberg indeterminacy says that you cannot determine the position and momentum of a particle simultaneously. So indeterminacy also is there. But world may not be fully determined. I don't know. I think it can be controlled. അതിപ്പോഴും നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയാത്ത 2 കോൺസെപ്റ്റ് അല്ലേ സാർ? ഒന്ന് അനിശ്ചിതത്വം എന്ന് പറയുന്നതും നിശ്ചിതത്വം എന്ന് പറയുന്നത്. ചിലർ പറയുന്നു, ഇപ്പൊ ചിലടത്ത് ഞാൻ പറയുന്നു ആകസ്മികമായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടുമുട്ടി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്തു എന്ന് പറയുമ്പം ചില ആൾക്കാർ സ്പിരിച്വലിസ്റ്റുകൾ പ്രത്യേകിച്ച് അവർ തിരുത്തും. ഒന്നും ആകസ്മികമല്ല, ഈ നിമിഷം ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഈ 2 വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് സാറിന് നോക്കി കാണാൻ പറ്റുന്നത്? ക്വാണ്ടം മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ ഇൻഡിറ്റർമിനസി റെയിൻ സുപ്രീം. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ? ഇറ്റ്സ് എ ഫാക്ട്. ഇറ്റ്സ് മെഷറബിൾ ഇൻഡിറ്റർമിനസി. ഞാൻ ലേസറിൽ എന്നും മെഷർ ചെയ്യുന്നതാണ്. കാരണം ദി ബാൻഡ് വിഡ്ത്ത് ഈസ് ദി ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്ത് ഈസ് സ്മോൾ, ഇറ്റ്സ് എനർജി സ്പ്രെഡ് ഈസ് ലാർജ്. ദി എനർജി സ്പ്രെഡ് ഈസ് സ്മോൾ, ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്ത് ഈസ് ലാർജ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ലാബിൽ നിത്യവും കാണുന്ന ഒരു കാര്യമാണ് ഈ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത്. ഡെൽറ്റ ഇ ഡെൽറ്റ ടി ഈക്വൽസ് h nu ഓഫ് ദി ഓർഡർ ഓഫ് h nu. അപ്പോൾ അത് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് പ്രയാസമാണ്. ഇൻഡിറ്റർമിനസി ഈസ് ദെയർ ഇൻ ഫിസിക്കൽ യൂണിവേഴ്സ്, ഇൻ ഫിസിക്കൽ സിസ്റ്റംസ്, എസ്പെഷ്യലി when it comes to photons and their behavior. I think future can be determined to certain extent by our will. ഫ്രീഡം ഓഫ് വിൽ എന്നുള്ളത് കുറച്ചൊക്കെ ഉണ്ട്, കുറച്ചില്ല. ഉദാഹരണമായിട്ട് ഒരു എക്സാമ്പിൾ, ഒരു കഥ ഞാൻ വായിക്കാനിടയായി. ഒരാൾ മരിച്ചിട്ട് മുകളിലേക്ക് പോയിട്ട് അയാളോട് ചോദിച്ചു ഞാൻ മരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ മരിച്ചു, 6:43 നിങ്ങൾ മരിച്ചു. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഫില്ല് ചെയ്യൂ, അതിൽ നിങ്ങളുടെ കഴിഞ്ഞ ജീവിതം എന്തായിരുന്നു എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നോക്കുമ്പോൾ ആവറേജ് ആണ്. എന്തായാലും അപ്പോൾ അയാൾ ചോദിക്കുക നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? ആവറേജ്. ഡിഡ് യു ഡു എനിത്തിങ് ഇൻ യുവർ ലൈഫ്? ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വളരെ വിഷമിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്, ബോസ് എന്നെ എപ്പോഴും ചീത്ത പറയും, സാലറി കുറവായിരുന്നു, റൂം റെൻറ്റ് ലാർജായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അയാൾ പറയും വെർ യു ബോൺ ബൈ യുവർ ചോയ്സ്? നോ. ഡിഡ് യു ഡൈ ബൈ യുവർ ചോയ്സ്? നോ. ഡിഡ് യു ഡിസൈഡ് യുവർ വൈഫ് ബൈ ചോയ്സ്? നോ. അങ്ങനെ 100 ചോദ്യം ചോദിക്കുമ്പോൾ ഡിഡ് യു സെലക്ട് യുവർ അണ്ടർവെയർ ബൈ ചോയ്സ്? നോ. അങ്ങനെ 100 ഒന്നും നമ്മുടെ ചോയ്സ് അല്ല. എവറിത്തിങ് ഈസ് ഡിറ്റർമിൻഡ് ബൈ അതർ ഫാക്ടേഴ്സ്. സോ വാട്ട് ഡു വി ഡിറ്റർമിൻ? Really no, we have no choice. So
ദാറ്റ്സ് ദി ഇൻട്രസ്റ്റിംഗ്. ഐ സെൻഡ് യു ദാറ്റ് ഫിലിം. ഓക്കെ സാർ, ഓക്കെ ഓക്കെ, ദാറ്റ്സ് വണ്ടർഫുൾ. കാരണം ചിലപ്പോൾ സാർ പറഞ്ഞ പോലെ നമ്മളൊരു പർട്ടിക്കുലർ ഡ്രസ്സ് മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അതവിടെ ഉണ്ടാവില്ല, നമുക്ക് എമർജൻസി കാണും, അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും മേടിക്കണം. സെയിൽസ്മാൻ പറയുന്നു, അതെ നോട്ട് അവർ ചോയ്സ്. സോ അതെ അതെ. അതുകൊണ്ട് നമ്മുടെ ചോയ്സ് ലിമിറ്റഡ് ആണ്. ചോയ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ദർ ഇസ് എ ലിമിറ്റഡ് ചോയ്സ്. ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഇന്ന് രാത്രി പട്ടിണി കിടക്കണമെന്ന് ആകാശം നോക്കണോ എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാം. പോസിബിളി ഇറ്റ് മേ ഹാവ് ഇറ്റ്സ് ഓൺ എഫക്ട് ഇൻ ഫ്യൂച്ചർ. കംപ്ലീറ്റ് ഡിറ്റർമിനിസം അല്ല, കുറച്ച് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളൊരു. അതെ, ആ വീക്ഷണമാണ് എനിക്ക് ഇതുവരെ എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വേൾഡ് ഈസ് നോട്ട് ഫുള്ളി ഡിറ്റർമിനിസ്റ്റിക്. അങ്ങനെ നമുക്ക് ഒന്നും ചെയ്യേണ്ട വരും. എല്ലാം ഓടിക്കോളും ലൈക്ക് എ മെഷീൻ. ദാറ്റ് ഡസന്റ് ഹാപ്പൻ. ഞാൻ കുത്തി പിടിച്ചിരുന്നുണ്ടെങ്കിൽ ഇവിടെ വീട്ടിലൊന്നും ഓടില്ല. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചില 3 സ്റ്റോൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഒരെണ്ണം നമ്മൾ എറിഞ്ഞു കഴിഞ്ഞു, അതിനെ കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് നമ്മൾ എറിയാനായിട്ട് 99% റെഡിയായി ഇങ്ങനെ ഇരിക്കുന്നു. അതിൽ 99% ആളുകൾക്ക് അത് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മൂന്നാമത്തെ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ മനസ്സിന് ശക്തമായിട്ട് പവറുള്ള ഒരാളിന് ഈ എറിയുന്നതിന്റെ ലക്ഷ്യം മാറ്റാൻ പറ്റും. അപ്പൊ അതായിരിക്കും ആ ഒരു ഇൻഡിപെൻഡൻസും ഡിപെൻഡൻസും തമ്മിലുള്ള ഒരു സംഗതിയായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. വേൾഡ് ഈസ് പാർട്ട്ലി ഡിറ്റർമിനിസ്റ്റിക്. അതെ അതെ. സ്റ്റിൽ നമുക്ക് കുറച്ച് അതായത് ഇഫ് യു ആസ്ക് മീ ഇഫ് ഫ്രീ വിൽ എക്സിസ്റ്റ്, ഐ ക്യാൻ സേ ടു സർട്ടൻ എക്സ്റ്റെന്റ് ഇറ്റ് ഡസ് എക്സിസ്റ്റ്. മുഴുവനായിട്ടില്ല, കുറെ ഉണ്ട്. ഇപ്പൊ എനിക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണെന്ന് വെച്ചാൽ ചില പറ്റില്ല. പക്ഷെ എനിക്ക് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ നിൽക്കാൻ പറ്റും. ഞാൻ കുറച്ചു പേർക്ക് കാശൊക്കെ കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അതെ അതെ. ഇത് ഫുള്ളൊരു പാരഡോക്സ് ആണെന്ന് പറയാൻ പറ്റും മൊത്തത്തില്. ഇൻ അതർ വേർഡ്സ് യു ഷുഡ് സേ ദാറ്റ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് തിങ്സ്. അതെ അതെ അതെ. ഇറ്റ്സ് നോട്ട് യൂണിക്ലി ഡിറ്റർമിൻഡ് ബൈ എ സിംഗിൾ ഫാക്ടർ. അതിന് മാത്തമാറ്റിക്സുകാർ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, മൾട്ടിവേരിയേറ്റ്. അതെ അതെ. മൾട്ടിവേരിയേറ്റ് സിസ്റ്റംസ് ആണ്. ഒരു വേരിയബിൾ അല്ല, സാറിന് മനസ്സിലാകും, ഒരു വേരിയബിൾ അല്ല കാര്യങ്ങൾ ഔട്ട്കം തീരുമാനിക്കുന്നത്. മൾട്ടിപ്പിൾ വേരിയബിൾ. അതെ അതെ. നമ്മൾ പിന്നെ ഒരു അൽഗോരിതം എന്ന് പറയുന്നല്ലോ, പല പല ഫാക്ടേഴ്സ് ഒരുമിച്ച് ചേർന്ന്. അപ്പൊ അതിനകത്ത് കർമ്മ ഡൈനാമിക്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന് വരുന്നു. ഇപ്പം തന്നെ ഞാൻ ആലോചിക്കുന്നത്, ഈ നിമിഷത്തിൽ ഇപ്പം ഇന്റർവ്യൂ എടുക്കാൻ സാധിച്ചത്, അങ്ങ് വളരെ നേരത്തെ ജനിച്ചു, അങ്ങ് ഫിസിക്സ് എടുത്ത് പഠിച്ചു, ഈ പറഞ്ഞ മേഖലകളിലൂടെ സഞ്ചരിച്ചു, ഈ നിമിഷത്തിൽ കാണാനായിട്ട് സാധ്യത കിട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ ജനിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കല്ല ജനിക്കുന്നത്, എന്റെ കൂടെ പല കാര്യങ്ങളും പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആണല്ലേ സാർ ഒരു കോൺസെപ്റ്റ്? അതെ അതെ. ഇൻ അതർ വേർഡ്സ് many systems are multi-component systems. അതെ അതെ. And if you consider the universe, it's infinite component system. Infinite. നമുക്ക് കണക്കാക്കാൻ പറ്റാത്തടത്തോളം ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. അതിൽ നമ്മുടെ ചോയ്സ് വളരെ ലിമിറ്റഡ്. അപ്പൊ നമ്മൾ എന്തായാലും ഒറ്റയ്ക്കാണെന്നുള്ളൊരു സങ്കല്പത്തിന്റെ ആവശ്യമില്ല. ബിക്കോസ് വി ആർ കണക്റ്റഡ് വിത്ത് സോ മെനി തിങ്സ്. നോ ഡൗട്ട് അബൌട്ട്. വി ആർ കണക്റ്റഡ് വിത്ത് ദി അബ്സല്യൂട്ട്. അത് അങ്ങനെ ആകാനേ പറ്റുള്ളൂ. Because if we exist in quantum field, if our consciousness is part of quantum cosmic consciousness, we are part of it. We are connected. But we don't understand it, we don't feel it, we don't see it. നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് എന്താ, നമ്മളെ ഒരു വെയിൽ കൊണ്ട് മറയ്ക്കുന്നു. സത്യത്തിന്റെ മുഖം സ്വർണം തലയെ കൊണ്ട് മറച്ചു. ഹിരണ്മയേന പാത്രേണ എന്ന് പറഞ്ഞത് നാരായണ ഗുരുദേവനും പറയുന്നുണ്ട്, ലീലാപടം കൊണ്ട് മറച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ നമ്മുടെ റാഷണലിസ്റ്റായ ഒരുപാട് സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട്, ഇപ്പൊ നമ്മള് എന്തിനെ വിശ്വസിച്ചില്ലെങ്കിലും ഇപ്പൊ നമ്മുടെ ഇപ്പൊ എന്റെ ഫിംഗർ പ്രിന്റ് എന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. കാരണം പ്രപഞ്ചത്തിലെ ആദിമ മനുഷ്യൻ, മേ ബി അങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല, ആദ്യത്തെ ഫസ്റ്റ് പേഴ്സൺ മുതൽ ഇതുവരെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഇനി അവസാനത്തത് എൻഡ് ഓഫ് ദ വേൾഡിൽ ലാസ്റ്റിൽ വരുന്നൊരു മനുഷ്യൻ നമുക്ക് തിയറട്ടിക്കലി സങ്കല്പിച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനും ഇതുണ്ടാവില്ല. ഇനി ഞാൻ റീബർത്ത് എടുക്കുകയാണെങ്കിൽ അപ്പോഴും എനിക്ക് ഇതല്ല കിട്ടുന്ന വേറൊന്നാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എനിക്ക് മാത്രമായിട്ട് പ്രപഞ്ചം തന്നൊരു കോഡാണ്, സീക്രട്ട് കോഡാണ്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി ഏതാണെന്നുള്ളപ്പോൾ ഒരു ബുദ്ധി ഇല്ലാതെ ഒരിക്കലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കണ്ണുകളിൽ ഐറിസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കോടാനുകോടി തരത്തിലുള്ള ഈ ഫിംഗർ പ്രിന്റുകൾ, അതൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ വായിച്ചിട്ടുള്ളത് ഒരു മരത്തിൽ 1000 ഇലകളുണ്ടെങ്കിൽ 1000 ഇലകളും വ്യത്യസ്തമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡൈവേഴ്സിറ്റിയുടെ പിറകിൽ ഒരു കോൺഷ്യസ്നെസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല എന്നാണ് ഈ യുക്തിവാദികളെന്ന് പറയുന്നവർ ഉപയോഗിക്കുന്ന യുക്തി ഉണ്ടല്ലോ, അതെ, അത് ഡിഫക്റ്റീവാണ്. എന്താണ് ഈ ക്രിട്ടിക് ഓഫ് റീസൺ എന്നുള്ള ബുക്ക് ഉണ്ടല്ലോ, അതില് ഓതർ പറയുന്നുണ്ട് യുക്തി ഒരു ലിമിറ്റഡ് ഫീൽഡിലേ നടക്കുള്ളൂ. അത് വളരെ ഒബ്വിയസ് ആണ്. യുക്തി എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ഏരിയയിൽ മാത്രം നടക്കുന്ന ഒരു വസ്തുതയാണ്. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം.
ഞാനത് എവിടെയോ എഴുതിയിട്ടുണ്ട്. അതായത് ശാസ്ത്രം ശരിയാണ് പക്ഷേ യാഥാർത്ഥ്യമല്ല അതെ അതെ എന്ന് എഴുതിയിട്ടുണ്ട്. ശരിയാണ് പക്ഷേ യാഥാർത്ഥ്യം, അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഉദാഹരണം എടുക്കാം. 2 2 4 മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് എല്ലാം അത് ഇൻസിസ്റ്റ് ചെയ്യും. 2 2 4 ആണെന്നതിൽ സംശയമില്ല അവർക്ക്. ഞാൻ 2 അമീബ എടുത്തൊരു പാത്രത്തിലിട്ടു ന്യൂട്രിയൻ ഫുഡിൽ, വേറെ 2 അമീബ എടുത്ത് ന്യൂട്രിയൻ ഫുഡിലിട്ടു. ഒരാഴ്ച കഴിഞ്ഞ് തുറന്നു നോക്കി, 4 എണ്ണത്തിനെ കാണാൻ പാടില്ല, അവിടെ 100 എണ്ണത്തിനെ കാണാം. അതെന്താ കാരണം? 2 2 4 അല്ലേ പാടുള്ളൂ. ബട്ട് വി ഹാഡ് 100 അമീബ. That is because we have an additional factor, time and evolution, time and life. That creates a different situation. അപ്പോൾ യുക്തി എന്ന് പറയുന്നത് 2 2 4 എന്നുള്ള യുക്തി ഒരു ലിമിറ്റഡ് കണ്ടീഷനിലേ വാലിഡ് ആവുള്ളൂ. അത് ഇറ്റ്സ് നോട്ട് ജനറലി വാലിഡ്. ഇൻ ദ വൈഡർ സെൻസ് ഇറ്റ്സ് നോട്ട് വാലിഡ്. അപ്പൊ കണ്ടീഷൻസ് എല്ലാം ലിമിറ്റഡ് ആയിരിക്കുന്നിടത്തോളം കാലം 2 2 4. അതെ അതെ അതെ. പാരഡോക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് മറ്റൊരു കാര്യം ചോദിക്കുന്നത് വോൾബർ പാരഡോക്സിനെ കുറിച്ചാണ് സാർ. അപ്പൊ അതിനകത്ത് അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഈ കോടാനുകോടി നക്ഷത്രം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനന്ത ബ്രഹ്മാണ്ട കോടി. അപ്പൊ ഇതിൽ ഏറ്റവും ചെറിയ നമ്മുടെ ഇതിനകത്തുള്ള മിൽക്കി വേയിലുള്ള ഏറ്റവും ചെറിയ 2ാമത്തെ നക്ഷത്രം മാത്രമായ സൂര്യന്റെ വെളിച്ചം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ കോടാനുകോടി നക്ഷത്രങ്ങളുടെ പ്രകാശം യഥാർത്ഥത്തിൽ അത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഭൂമിക്ക് വേറെ ആൾക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും തീവ്രമായിട്ടുള്ള പ്രകാശമാണ്. അപ്പൊ അതിൽ തന്നെ ഈ ബാക്കിയുള്ള ബ്ലാക്ക് ഹോളും ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ലെയറുകളും എല്ലാം ഉണ്ടെങ്കിലും 99.99% തിരിച്ചെടുത്താലും ഈ 1% പോലും വെളിച്ചം ഭൂമിയിലേക്ക് വരാത്തതിന്റെ അല്ല. ഓൾവേസ് പാരഡോക്സ് ഈസ് നൗ എക്സ്പ്ലെയിനബിൾ. കാരണം ലൈറ്റ് ഹാസ് എ ഫൈനൈറ്റ് വെലോസിറ്റി. അപ്പൊ എവിടെ നിന്നുള്ള ലൈറ്റാണ് നമുക്ക് ഇവിടെ നിന്ന് എത്തണത്? കാരണം പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം സ്റ്റാർട്ട് ചെയ്ത ലൈറ്റുകൾ ഇവിടെ എത്താം. പക്ഷെ ഇവിടെ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം എത്ര സമയം പിടിച്ചു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനകത്തുള്ള സ്റ്റാർസിന്റെ ലൈറ്റ് മാത്രമേ ഇവിടെ എത്തുള്ളൂ. പ്രകാശത്തിന് വേഗം ഉണ്ടല്ലോ. 13.5 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തെ സ്റ്റാർ ആണെങ്കിൽ അതിവിടെ എത്തില്ല. ബിക്കോസ് അത്രയും ടൈം എലൈപ്സ് ചെയ്തിട്ടില്ല നമ്മളുണ്ടായിട്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല. സ്കൈ ഹാസ് ടു ബി ഡാർക്ക്. പക്ഷെ ഇത്രയും വർഷങ്ങളിടയിൽ ഒരിക്കലും രാത്രിയിൽ വെളിച്ചം വന്നിട്ടുണ്ടോ സാർ? ഏതെങ്കിലും ഒരു പ്രകാശമെങ്കിലും ഒരു നക്ഷത്രം മിൽക്കി വേ എന്നുള്ള ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അല്ല, രാത്രി പകലായി ഇരുന്നിട്ടുണ്ടോ? ഇല്ല, ഇല്ല, പറ്റില്ല. രാത്രി പകലായിട്ടുണ്ടോന്ന് പറഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് ദ ബിഗ് ബാങ് എവറിത്തിങ് വാസ് സൂപ്പർ ഹോട്ട്. ഇൻഫിനിറ്റ് ഡിഗ്രി ടെമ്പറേച്ചർ ചിലപ്പോൾ കാണും. കാൽക്കുലേഷൻ അനുസരിച്ച് ഇറ്റ് ടുക്ക് 300,000 ഇയേഴ്സ് ഫോർ ലൈറ്റ് ടു ബി സീൻ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ വോൾട്ട് ഫോട്ടോൺസ് എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് ലൈറ്റ് ആണ്. അതുവരെ അത് എക്സ്റേ റീജിയനിലൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. എക്സ്റേ പോലെയുള്ള ഹൈ എനർജി പാർട്ടിക്കിൾസ് ആണ്. 2 ഇലക്ട്രോൺ വോൾട്ട് ഫോട്ടോൺസ് ആണ് ലൈറ്റ്. 2 to 3 ഇലക്ട്രോൺ വോൾട്ട് പോട്ടെ, 1 to 3 എന്ന് വെച്ചോളൂ. 1 to 3 ഇലക്ട്രോൺ വോൾട്ട് ഫോട്ടോൺസ് ഉണ്ടാകുന്നതിന് 300,000 ഇയേഴ്സ് ബിഗ് ബാങ്ങിന് ശേഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴേ നമുക്ക് ഫോട്ടോൺസ് ഉണ്ടായിരുന്നു, കാണാവുന്ന ഫോട്ടോൺസ്. അല്ലെങ്കിൽ എക്സ്റേ ഫോട്ടോൺസ്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള ഗാമാറേ ഫോട്ടോൺസ് ആയിരുന്നു. അപ്പൊ വിസിബിൾ ലൈറ്റ് ഉണ്ടാകുന്ന അപ്പോഴേ ഉള്ളൂ. അപ്പൊ ഈ ഓൾവേസ് പാരഡോക്സ് ഒരു കാലത്ത് പാരഡോക്സ് ആയിരുന്നു. ഇൻഫിനിറ്റ് സ്റ്റാർസ് ഉണ്ടെന്നുള്ള അസംഷനിൽ പിന്നെ ലൈറ്റിന്റെ വെലോസിറ്റി കണക്കിലെടുത്തിരുന്നു. അത് രണ്ടും കണക്കിലെടുത്താൽ നമുക്ക് സ്കൈ ഹാസ് ടു ബി ഡാർക്ക്. പാരഡോക്സ് ഇല്ല, പാരഡോക്സ് ഇല്ല ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. സാർ, അതുപോലെ നമ്മളിപ്പോൾ ഒരു സ്വപ്നം കാണുമ്പോഴത്തേക്ക് ഇപ്പൊ രാത്രി 10 മണിക്കാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്ന് അസ്യൂം ചെയ്യുന്നത്. കാരണം നമുക്ക് കറക്റ്റ് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ എൻ്റെ ഓഫീസിലിരുന്ന് ഉറങ്ങുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. എന്നിട്ട് ആ ഉറക്കത്തിൽ ഞാൻ രാവിലെ 4 മണിക്ക് നടക്കാൻ പോകുന്നതായിട്ട് സ്വപ്നം കാണും. അതൊരു കോംപ്ലിക്കേറ്റഡ് ഒരു ഡ്രീമാണ്. അപ്പോൾ ആ ഒരു ഡ്രീം ആക്ച്വലി കാണുന്ന ആള് ഞാൻ മാത്രമാണ്. പക്ഷെ 3 ഡയമെൻഷനിൽ ഞാൻ കാണുന്നു, 3 ടൈം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. പക്ഷേ ഇത് 3 നമ്മൾ കോമ്പസ് തിയറീസ് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു സിംഗിൾ പോയിന്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാണുന്നതെല്ലാത്തിനെയും അങ്ങ് ഇപ്പോൾ കോൺഷ്യസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങ് ഇരിക്കുന്ന ഒരേ ഒരു മൊമെന്റ് ഇത് മാത്രമാണ്, ഈ ഒരു നിമിഷം. അതെ അതെ, ഈ ഒരു മൊമെന്റ്. അപ്പൊ അതിനെ ഭാരതീയ വേദാന്തത്തിൽ നമ്മൾ ബിന്ദു എന്നും ക്ഷണം എന്നും പറയുന്ന ഇതിന്റെ എക്സ്റ്റൻഷൻസ് ആണ് ഈ കാണുന്നതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ മോഡേൺ ഫിസിക്സിന്റെ കോൺസെപ്റ്റിൽ നമുക്ക് അതിനെ വായിച്ചെടുക്കാൻ സാധിക്കുമോ? നമ്മളുടെ ഒരു പുരാണമുണ്ടല്ലോ, എന്നാണ് വ്യാസൻ എഴുതിയത്, എൻ്റെ പേര് വ്യാസൻ രാമന് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണത്.
അതിൽ പേര് അതിൻ്റെ വ്യാസനാണ് വാൽമീകിയാണോ സർ? വ്യാസൻ രാമന് പറഞ്ഞു കൊടുക്കുന്ന കഥകളുടെ ഒരു സമാഹാരമുണ്ട്. അല്ല വ്യാസൻ കൂടെ ഒരു സർ? വ്യാസനല്ല, സോറി. വസിഷ്ഠൻ. വസിഷ്ഠ അത് ഇതാണ് സർ, പിന്നെ യോഗ വസിഷ്ഠൻ. വസിഷ്ഠഗീത. അതെ, വസിഷ്ഠഗീത. അതില് പറയുന്നുണ്ട്, ഒരു രാജാവ് കാട്ടില് വേട്ടയാടാൻ പോയി. അവിടെ ഒരു സ്ത്രീയെ കണ്ടു, കല്യാണം കഴിച്ചു, പിള്ളേരായി. അവസാനം ഇങ്ങനെ മരിച്ച് തിരിച്ചു നോക്കുമ്പോൾ കൊട്ടാരത്തിൽ തന്നെ ഇരിക്കുന്നു. അപ്പൊ ഇതൊക്കെ എപ്പോൾ അനുഭവിച്ചു എന്നുള്ള ഇദ്ദേഹത്തിന് അത്ഭുതമായി. അപ്പൊ മെനി ടൈംസ് ക്യാൻ എക്സിസ്റ്റ് ഇൻ എ സിംഗിൾ പോയിന്റ് ഓഫ് ടൈം. ഇതെല്ലാം മനസ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ വ്യാസം പറഞ്ഞു കൊടുക്കും, മനസ്സിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ ഈ ജീവിതവും മനസ്സിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. മനസ്സിലേക്ക് ഈ ജീവിതം ഉണ്ടാകും. മനസ്സും അഹംബോധവും മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് എക്സിസ്റ്റ്? ഫോർ എൻ ഇൻഡിവിജ്വൽ നത്തിങ് എക്സിസ്റ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫിലിമിൽ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മോഷണോ വേണ്ട, നിങ്ങൾക്ക് മോഷം തന്നിരിക്കുന്നു, ഡെലീറ്റ്. മോഷം ഈസ് എ ഡെലീറ്റ്. അതുകൊണ്ട് യു ആർ ഡെലീറ്റഡ് ഫ്രം ദ വേൾഡ്. ബോധമുള്ളിടത്തോളം കാലം യു ആർ ഇൻ ദിസ് വേൾഡ്, അതർവൈസ് യു ആർ ഡെലീറ്റഡ്. ഇതാണ് നമ്മുടെ മോഡേൺ കൺസെപ്റ്റ്. That film is very good. I will send you that. Okay, sir. Okay. അപ്പൊ എന്തായാലും ഈ മോക്ഷം അർത്ഥിച്ച് നടക്കുന്ന ആൾക്കാർ ഈ ഒരു കോൺസെപ്റ്റ് ചിന്തിക്കില്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു. അങ്ങനെ പിന്നെ എന്തായാലും ആ വഴിക്ക് പോകും. ഞാൻ എന്റെ സുഹൃത്തുക്കളായിട്ട് ആർഗ്യൂ ചെയ്യാറുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും ആക്ഷൻ വേണമെങ്കിൽ we have to be in this world. അതെ. നമുക്ക് മോഷം കിട്ടിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. യു ആർ ഡെലീറ്റഡ്. അതെ. ഡിലീറ്റഡ് ഫോർ എവർ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? അതെ. സാർ, പാരഡോക്സുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പം സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെതായ എഴുത്തുകളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സത്യം നാളത്തെ ഒരു കള്ളമായിരിക്കും. ഇന്ന് നമ്മുടെ ഏറ്റവും നന്നായിട്ട് കാണുന്നൊരു കാര്യം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ സംഭവിക്കുക. അപ്പോൾ അത് ആൻറ്റി പാർട്ടിക്കിളിനെ കുറിച്ച് ഒരു പരാമർശം പറയുന്നുണ്ട്. അപ്പോൾ ഈ ആൻറ്റി പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ശരിക്കും ആൻറ്റി മാറ്ററിനെ കുറിച്ച് വലിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പം ആൻറ്റി പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ ഭാരതീയ സങ്കല്പത്തിൽ പറയുന്ന ജീവാത്മാ പരമാത്മാ സങ്കല്പമാണോ, അതോ മറ്റേതെങ്കിലും തരത്തിലാണോ അതിനെ വായിക്കേണ്ടത്? ജീവാത്മാവും പരമാത്മാവും ആന്റി അല്ല, അത് രണ്ടും കോ എക്സിസ്റ്റന്റ് ആണ്. അതെ. മാത്രമല്ല ഫ്രണ്ട്ലിയുമാണ്. അതെ. ആന്റി പാർട്ടിക്കിൾ അങ്ങനെയല്ല വരുന്നത്. ഇലക്ട്രോൺ മീറ്റ്സ് ഇറ്റ്സ് ആന്റി പാർട്ടിക്കിൾ പോസിട്രോൺ. അത് രണ്ടും മീറ്റ് ചെയ്താൽ ദേ അനിഹിലേറ്റ് ഈച്ച് അതർ. ഒരു ഇലക്ട്രോൺ ഒരു പോസിട്രോണെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോൺ പോസിട്രോൺ കൊളിഷൻ ഉണ്ടായാൽ യു ഗെറ്റ് എ ഗാമ റേ. 1.01 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഉള്ള ഒരു ഗാമ റേ, 2 ഗാമ റേസ് പഠിക്കും, ഒന്നല്ല 2 ഗാമ റേസ്. അതാണ് പോസിട്രോൺ അനിഹിലേഷൻ എന്ന് പറയുന്നത്. ഈ പെറ്റ് സ്കാനിൽ അതാണ് ഉപയോഗിക്കുന്നത്, പോസിട്രോൺ എമിഷൻ ടൊമോഗ്രാഫി. അതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ രോഗിയെ പോസിട്രോൺ എമിറ്റിംഗ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാൻസർ ഉള്ളിടത്ത് കൂടുതൽ അക്യൂമുലേറ്റ് ചെയ്യും. അപ്പം അത് എമിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ മീറ്റ് ചെയ്യും. ചുറ്റുവട്ടത്ത് ഇലക്ട്രോൺ ഉണ്ടല്ലോ, എല്ലാം മീറ്റ് ചെയ്യും. ഇലക്ട്രോണിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ എമിറ്റ് 2 ഗാമ റേസ് ഫ്ലൈയിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എക്സാക്ട്ലി 180 ഡിഗ്രി. മൊമെന്റം കൺസർവ് ചെയ്യണം. അപ്പോൾ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന 2 ഗാമ റേസ് ഉണ്ട്. അപ്പോൾ 2 ഫോട്ടോ ഡിറ്റക്ടേഴ്സ്, ഗാമ റേ ഡിറ്റക്ടേഴ്സ് 180 ഡിഗ്രി ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൈമിൾട്ടേനിയസ് ആയിട്ട് 2 ഗാമ റേസിനും പിടിക്കും. അപ്പോൾ മനസ്സിലാവും അവിടെ ഒരു പോസിട്രോൺ അനിഹിലേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പോസിട്രോൺ അനിഹിലേഷന്റെ അതിന്റെ തീവ്രത, ഡെൻസിറ്റി, അതാണ് ഹോൾ ബോഡി സ്കാനിൽ നോക്കുന്നത്. അപ്പോൾ ക്യാൻസർ ഉള്ള സ്ഥലത്ത് ഇത് കൂടുതലായിരിക്കും. അപ്പോൾ അത് ആക്ച്വലി ആന്റി പാർട്ടിക്കിളിന്റെ ഒരു യൂസ് ആണ്. പോസിട്രോൺ പെറ്റ് സ്കാൻ, പോസിട്രോൺ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ പ്രാക്ടിക്കൽ ആവശ്യങ്ങൾക്ക്. You can also make anti-hydrogen. Instead of a proton, you can have an anti-proton and a positron, which is an anti-hydrogen. Anti-hydrogen ലാബിൽ സൃഷ്ടിക്കപ്പെട്ടിട്ട് അതിന് ഒരുപാട് മെഷർമെന്റ് നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രം തന്നെയാണോ ആന്റി ഹൈഡ്രജൻ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സയന്റിസ്റ്റ് പരീക്ഷണപരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നടത്തുന്നുണ്ട്. ആന്റി മാറ്റർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സേണിലൊക്കെ ആന്റി മാറ്റർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആന്റി പാർട്ടിക്കിൾസും ജീവാത്മാവും പരമാത്മാവും തമ്മിൽ
ബന്ധിപ്പിക്കാൻ പറ്റില്ല. ഇൻഫാക്ട് ജീവാത്മ ഈസ് നോട്ട് ആന്റി ടു അല്ലാതെ കോംപ്ലിമെന്ററി എന്നുള്ള അർത്ഥത്തിലാണോ ഈ ആന്റി പാർട്ടിക്കിൾ കോംപ്ലിമെന്ററി അല്ല. ഇൻ എ വേ ഇറ്റ് ഈസ് കോംപ്ലിമെന്ററി ഇൻ ദ ഫോളോയിങ് സെൻസ്. നിങ്ങൾ വാക്വം ഫീൽഡ് എടുക്കും, ഒന്നുമില്ലാത്ത സ്ഥലം ലോകത്തിലില്ല. ഈവൻ വാക്വം ഈസ് ഫുൾ ഓഫ് പോസിബിലിറ്റി. അപ്പോൾ ഫ്രം വാക്വം സ്റ്റേറ്റ് യു ക്രിയേറ്റ് ആൻ ഇലക്ട്രോൺ ആൻഡ് ആന്റി പാർട്ടിക്കിൾ ഈസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ്. എന്നാലൊക്കെ ചാർജ് കൺസർവ് ചെയ്യും. ഒരു ഇലക്ട്രോൺ എമർജ് ചെയ്താൽ ഒരു പോസിട്രോൺ എമർജ് ചെയ്യും. അപ്പോൾ ഇതിന്റെ പോസിറ്റീവ് എനർജിയും ഈ നെഗറ്റീവ് എനർജിയും കൂടി കൂട്ടിയ സീറോ എനർജി. സോ യു ക്യാൻ ക്രിയേറ്റ് മാറ്റർ ഔട്ട് ഓഫ് നത്തിങ് പ്രൊവൈഡഡ് യു ക്രിയേറ്റ് ഇനഫ് ആന്റി മാറ്റർ എൽസ്വെയർ. അത് കൂട്ടിമുട്ടാണ്ട് ദൂരെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഗെറ്റ് മാറ്റർ. അപ്പൊ ചില യുക്തിവാദികൾ ചോദിക്കാറുണ്ട്, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും സൃഷ്ടിക്കാൻ പറ്റും. The whole matter can be created from nothing. It happens. Vacuum fluctuations will give rise to photons. Vacuum fluctuations will give rise to electron positron pairs. That's also possible. അപ്പോൾ മെറ്റീരിയലൈസേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഒരു ഗാമ റേ പാർട്ടിക്കിൾ വന്നിട്ട് ഒരു ന്യൂക്ലിയസിന്റെ അടുത്ത് സ്കാറ്റർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ ലെഡ് പ്ലേറ്റ്. ഒരു കോസ്മിക് ഗാമ റേ പാർട്ടിക്കിൾ വരും, കോസ്മിക് റേയിൽ ഗാമ റേ പാർട്ടിക്കിൾ വന്ന് ഇവിടുന്ന് സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ that becomes an electron positron pair. electron positron pair. അപ്പോൾ അങ്ങനെ ഒരു പെയർ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. അത് ക്രിയേഷൻ ഓഫ് മാറ്റർ ഫ്രം റേഡിയേഷൻ. കാരണം ഗാമറയിലേ വന്നത് പ്യുവർ റേഡിയേഷൻ. യു ഗെറ്റ് ടു പാർട്ടിക്കിൾസ്. സോ ദാറ്റ് ഹാപ്പൻസ്. അത് ആന്റി പാർട്ടിക്കിൾസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഞാനത് ചോദിക്കാൻ കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം ഈ നമ്മളെന്ന് പറയുന്ന മാറ്ററും നമ്മുടെ ഒരു ആന്റി പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആന്റി പാർട്ടിക്കിൾ നമ്മുടെ ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അതെ ആന്റി ബിജു വിൽ ബി സംവെയർ. അപ്പൊ അത് രണ്ടും കൂടി കണ്ടുമുട്ടുമ്പോൾ അത് ഫ്യൂസ് ചെയ്ത് രണ്ടും ഇല്ലാതാകും എന്ന് വായിച്ചിട്ടില്ല. അങ്ങനെ ഒരു കവിത തന്നെയുണ്ട്. ഒരു സയന്റിസ്റ്റ് ആന്റി സയന്റിസ്റ്റിനെ കണ്ടുപിട്ടുന്നു, രണ്ടുപേരും കൈ കൊടുക്കുന്നു, രണ്ടുപേരും ഇതാവുന്നു. അപ്പൊ അതെന്താണ് സാർ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഞാനത് വായിച്ചു നോക്കുമ്പോൾ ഈ നമ്മുടെ ഫിലോസഫിയായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ പടം ഉള്ളത് ജീവാത്മാവിനെ പരമാത്മാവ് കണ്ടെത്തുമ്പോൾ രണ്ടും കൂടെ ലയിച്ച് ചേർന്ന് ഒന്നാവുന്നു എന്നുള്ളൊരു ഉണ്ടാവില്ല. ഇത് എക്സ്പ്ലോഷൻ ഉണ്ടാവും. അപ്പൊ അതെന്തായിരിക്കും സാർ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആന്റി പാർട്ടിക്കിൾ? നമ്മുടെ ഒരു ഈക്വൽ ബട്ട് അങ്ങനെ എന്റെ ഒരു ആന്റി ഗിരിജാവലപനെ ഞാൻ കണ്ടിട്ടില്ല. അത് ഉണ്ടാവും ചാൻസും കുറവാണ്. അല്ല, ലോകത്തിലെ ഒരു പ്രധാന പസിൽ ഇപ്പൊ അതാണ്. യു ഹാവ് ലോട്ട് ഓഫ് മാറ്റർ ബട്ട് യു ഡോണ്ട് ഫൈൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് ആന്റി മാറ്റർ. എവിടെ പോയി ആന്റി മാറ്റർ? ആന്റി മാറ്റർ എവിടെ പോയി എന്നുള്ളതിന്റെ ആൻസർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് എല്ലാ കാര്യത്തിലും സിമെട്രി പരിപാലിക്കപ്പെടുന്നില്ല. There is a breakdown of symmetry elsewhere. പ്രധാനമായിട്ട് in the universe, left hand is not equivalent to right hand. Parity is violated. പാരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിന് ഇക്വലന്റ് ആയിട്ട് റൈറ്റ് ഹാൻഡ് എല്ലാ ലെഫ്റ്റ് ഹാൻഡിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും റൈറ്റ് ഹാൻഡിലും ഉണ്ടാവായിരുന്നു. അതുണ്ടാവുന്നില്ല. പിന്നെ ആളുകൾ പരിശോധിച്ചപ്പോ അത് മാത്രമല്ല, ചാർജ് പ്ലസ് പാരിറ്റി ഈസ് നോട്ട് വയലേറ്റഡ്. പിന്നെയും കൂടുതൽ കൂലങ്കഷമായിട്ട് പരിശോധിച്ചപ്പോൾ CPT ഈസ് കൺസേർവ്. ചാർജ് പാരിറ്റി ടൈം ഇത് കൺസർവ്ഡ് ആണ്. The product of charge parity and time, CPT, is conserved. Charge alone is not conserved. Parity alone is not conserved. അതായത് ലെഫ്റ്റ് ഹാൻഡഡ്നെസ് ഈസ് നെവർ ഇക്വൽ ടു റൈറ്റ് ഹാൻഡഡ്നെസ്. മൂവ്മെന്റ്സിലും അങ്ങനെ പറയാറുണ്ട്. നമ്മൾ ഒരു കൈ വെച്ചത് അതേ സാധനം ഇവിടെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. Parity is not conserved. In other words, nature distinguishes between left and right. അത് ലീ ആൻഡ് യാങ് എന്നുള്ള രണ്ട് ചൈനീസ് സയന്റിസ്റ്റിന് അതിന് നോബൽ പ്രൈസ് കിട്ടി. ലീ ആൻഡ് യാങ് വേർ സ്റ്റുഡൻസ് ഓഫ് S. ചന്ദ്രശേഖർ ഇൻ ചിക്കാഗോ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ക്ലാസ് എടുക്കാനായിട്ട് ചന്ദ്രശേഖർ യൂസ് ടു ഡ്രൈവ് ടു എർക്സ് ഒബ്സർവേറ്ററി 43 മൈല് വണ്ടി ഓടിച്ച് എർക്സ് ഒബ്സർവേറ്ററിയിൽ ഈവനിങ്ങിൽ എത്തിയിട്ട് ലെക്ചർ കൊടുക്കുമായിരുന്നു. ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ ചന്ദ്രശേഖർ പറഞ്ഞു, മൈ ഹോൾ ക്ലാസ് ഗെറ്റ്സ് എ നോബൽ പ്രൈസ് എന്ന് ചന്ദ്രശേഖർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കാലപുരാണം എന്നുള്ളൊരു ലേഖനം അങ്ങ് എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെയേറെ ഗവേഷണങ്ങൾ നടത്തിയ ആളാണ്. അപ്പം ഹോക്കിങ്ങിന്റെ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ പല ആളുകളും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ചെറിയ പ്രായത്തിൽ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പൊ ഈ കാലം എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അതിനൊരു പലപ്പോഴും ഒരു ഫിലോസഫിക്കലായിട്ടൊരു ആൻസർ പറയാൻ പറ്റുന്നത്, ഇപ്പൊ ഈ ബുക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആബ്സെൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു വയ്ക്കാം. അപ്പൊ പ്രപഞ്ചത്തിലെ ആദ്യത്തെ കടുവ, ആ കടുവ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്ന് പറയുമ്പോൾ കടുവയുടെ ഇല്ലായ്മയായിരുന്നു. അങ്ങനെ ചിന്തിക്കുകയാണ് എങ്കിൽ
ടൈം ഉണ്ടായതാണോ? അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിന് ആ ഉണ്ടായ ടൈമിന് മുമ്പ് എന്തായിരുന്നു? ടൈം ഇല്ലായ്മ എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ഒരിക്കലും ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഭാരതീയ പുരാണത്തിലാണ് അതിനെക്കുറിച്ച്, പുരാണത്തിലും അല്ല ശാസ്ത്രത്തിലും അതിനെക്കുറിച്ച് കൂലങ്കഷമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലേഖനത്തിൽ അത് പരാമർശിച്ചു. അതെ അതെ. അതിൽ പലതരം കാലങ്ങളെ പറയുന്നുണ്ട്. അഖണ്ഡകാലം, നൈരന്തര്യമായുള്ള കാലം, ഖണ്ഡനമില്ലാത്ത കാലം, നിമിത്തകാലം, അവനിത് ഭവിക്കണം, ഇന്നത് ഭവിക്കണം, ഇന്ന കാലം വേണം, അത് നിമിത്തകാലം എന്ന് പറയുന്നുണ്ട്. പിന്നെ കാരണകാലി കാലം, അങ്ങനെ പലതരം കാലങ്ങളെക്കുറിച്ച് നമ്മുടെ പുരാണങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ കാലം എന്ന് പറയുന്നത് ഒരു സംഭവമാണെന്ന് തോന്നണില്ല. കാലം എന്നുള്ളത് പലതാണ്. അപ്പൊ അഖണ്ഡകാലമാണെങ്കിൽ പ്രപഞ്ചം ഉണ്ടായി മുമ്പോട്ട് പോയി അതില്ലാതാകുന്ന കാലം അഖണ്ഡകാലമാണ്. കഷ്ടകാലം എന്ന് പറയുന്നത് കാലത്തിന് നമുക്ക് എല്ലാത്തിന്റെയും എല്ലാം നടക്കുന്ന ഒരു പശ്ചാത്തലമായിട്ട് എക്സാക്ട്ലി ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ജോൺ വീലർ സെഡ്. എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് സംഭവിക്കാതിരിക്കാനായിട്ട് പ്രകൃതി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കാലം എന്ന് ജോൺ വീലർ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആർട്ടിക്കിളിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് സംഭവിച്ചു പോകും. അങ്ങനെ പാടില്ല, ഓരോന്നോരോന്നായിട്ട് സംഭവിക്കട്ടെ എന്ന് പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് കാലം എന്ന് നമുക്ക് ചിന്തിക്കാം. വീലറാണ് അത് പറഞ്ഞത്. ആർട്ടിക്കിളെ വായിച്ചില്ല, എന്തായാലും വളരെ കൗതുകം തോന്നുന്നത് വായിക്കാനായിട്ട്. ഇപ്പൊ കാലത്തെ കുറിച്ച് ആപാടെ ഒരു ബുക്ക് വായിച്ചിട്ടുള്ളത് പൂജ്യ ഗുരുദേവ് ശ്രീ രവിശങ്കറിന്റെ കാലം എന്ന ഒരു ചെറിയ പുസ്തകമാണ്. അപ്പൊ അതിൽ നമ്മൾ ഈ ഭാരതീയ സങ്കല്പം അനുസരിച്ച് തന്നെ ഒരു 10,000 താമരദളങ്ങൾ ഏറ്റവും ചേർത്ത് വെച്ചിട്ട് ഏറ്റവും ത്രുടി എന്ന് പറയുന്ന ഒരു സമയം മുതൽ പിന്നീട് അത് കൽപ്പത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ കൽപ്പം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു പകലായിട്ടും ഒക്കെ പറയുന്ന ഒരു വലിയ കാലഗണനയുടെ ഒരു സങ്കല്പം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ അത് സംഭവിക്കുന്നതിന് എന്തെങ്കിലും സാറിന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു വീക്ഷണമുണ്ട്. അത് ഐൻസ്റ്റീന്റെ മിങ്കോസ്കിയുടെ സ്പേസ് ടൈം കണ്ടിന്യൂറ്റി എന്ന് അങ്ങനെ വരുന്നത്. ഉദാഹരണമായിട്ട് യു ഹാവ് അബ്സല്യൂട്ട് ഫ്യൂച്ചർ ആൻഡ് അബ്സല്യൂട്ട് പാസ്റ്റ്. ഒരു ഇവന്റ് എന്ന് പറയുന്നത് സ്പേസ് ടൈമിലുള്ള ഒരു പോയിന്റ് ആണ്. അതായത് യു ഹാവ് എക്സ് gives you space and ICT which gives the time. അപ്പൊ അതിലെ ഒരു പോയിന്റ് എന്ന് പറയുന്ന ഒരു ഇവന്റ് ആണ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദി ഇവന്റ്സ് വിച്ച് വി പെർസീവ് ആർ വിത്തിൻ ദ ടൈം കോൺ. അതായത് ഈ പ്രകാശത്തിന്റെ വെലോസിറ്റി വരച്ചു കഴിഞ്ഞ ഒരു കോണാണ് ഉണ്ടാവും. ആ ലൈറ്റ് കോണിനകത്താണ് നമ്മൾ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അതില് അബ്സല്യൂട്ട് ഫ്യൂച്ചറും ഉണ്ട്, അബ്സല്യൂട്ട് പാസ്റ്റും ഉണ്ട്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ദ പോയിന്റ്സ് ആർ ഓൾറെഡി ദർ, ഇവന്റ്സ് ആർ ഓൾറെഡി ദർ. കാലം ചെന്ന് അതിനെ മീറ്റ് ചെയ്യാണ്. ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഒരു ഇവന്റ്, കാലം അത് ഫ്യൂച്ചറിൽ ഉണ്ടാവും. ഫ്യൂച്ചറിലെ പോയിന്റ് ആണ്. കാലം പുരോഗമിച്ച് ആ പോയിന്റിനെ മീറ്റ് ചെയ്യുന്നു. അതായത് ഈ ലൈറ്റ് കോണിന്റെ ഒറിജിൻ ഹിയർ നൗ. ഹിയർ നൗ ഈസ് ദ ഒറിജിൻ. അതെ, ഇവിടെയാണ് അതിന്റെ ഒറിജിൻ. അബ്സല്യൂട്ട് ഫ്യൂച്ചറും അബ്സല്യൂട്ട് പാസ്റ്റും. അബ്സല്യൂട്ട് പാസ്റ്റ് ഈസ് ഇൻആക്സസിബിൾ. അത് അങ്ങോട്ട് പോവില്ല, ഇങ്ങനെ പോകുള്ളൂ. ഫ്യൂച്ചറിലേക്ക് പോയ ഒരു ഇവന്റിനെ മീറ്റ് ചെയ്യുമ്പോൾ ആ ഇവന്റ് ഉണ്ടാവുന്നു. ദാറ്റ്സ് എ വ്യൂ ഗിവൺ ബൈ മിങ്കോസ്കി. അപ്പൊ നമ്മള് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുന്നതിലേക്ക് എത്തിച്ചേരും. ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇവന്റ്സ് ആർ ഓൾറെഡി ദർ ഇൻ ദ ഫ്യൂച്ചർ as points, coordinates, and when we go and meet these points, an event occurs. That's a good view. അതൊരു പിക്ചറാണ്. അത് ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെയും ചിന്തിക്കാം. ഞാനൊരു വേറൊരു എക്സാമ്പിൾ എൻ്റെ ആർട്ടിക്കിളിൽ തന്നെ മെഷർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാലത്തെക്കുറിച്ച് വളരെ വികലമായ ഒരു സങ്കല്പമാണ് ഉള്ളത്. ഉദാഹരണമായിട്ട് ഇതിപ്പോ ഐൻസ്റ്റീൻ്റെ വേൾഡ് 4 dimension ആണല്ലോ. 3 സ്പേസ് കോർഡിനേറ്റും ഒരു ടൈം കോർഡിനേറ്റും. അപ്പൊ we are all 3-dimensional beings living in a 4-dimensional world. അപ്പൊ ആസ് beings living in 3-dimensional world in a 4-dimensional space, we are seeing not the actual events, we are seeing only cross sections of events. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു 2-dimensional ജീവി ഉണ്ടെന്ന് വിചാരിക്കാം. ജലത്തിന്റെ ഉപരിതലത്തിൽ ജീവിക്കുന്ന ഒരു പ്രാണി. അതിന് 2 dimensionേ ഉള്ളൂ. അതിന് മുകളിലും കീഴും ഇല്ല, ഉപരിതലം മാത്രമേ ഉള്ളൂ, എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു മുട്ട വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറക്കുകയാണ്. അപ്പൊ നമുക്കറിയാം നമ്മളൊരു മുട്ട ഇറക്കുകയാണ് വെള്ളത്തിലേക്ക്. ഈ ജീവി എന്താ കാണുന്നത്?
it will see a white spot in the horizon first. അതെ. Then the white spot expands in length. Then it reduces in length and disappears. അപ്പോൾ ഈ ജീവിയുടെ വെച്ച് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ജീവി എന്താ പറയാ, ജീവി പറയാ ആദ്യം ഹൊറൈസണിൽ ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ടായി, അത് ഇലോങ്ങേറ്റ് ചെയ്തു, അത് കഴിഞ്ഞാൽ അത് ചെറുതായി, അത് കഴിഞ്ഞാൽ ഡിസപ്പിയർ ചെയ്തു. മുട്ട വെള്ളത്തിൽ ഇറക്കിയാണ് നമുക്കേ അറിയുള്ളൂ. 3 dimensional ബീയിങ് ആയിട്ടുള്ള നമുക്കേ അറിയുള്ളൂ മുട്ട വെള്ളത്തിൽ ഇട്ടതാണെന്ന്. 2 dimensional ബീയിങ് കാണുന്ന എൻറ്റയർലി ഡിഫറെന്റ് തിങ്. അപ്പൊ അതുകൊണ്ട് സംഭവങ്ങളെ കുറിച്ച് വളരെ വികലമായ ഒരു വീക്ഷണം മാത്രമേ 3 dimensional ബീയിങ്സ് ആയിട്ടുള്ള നമുക്ക് 4 dimensional വേൾഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മൾ യഥാർത്ഥ കാര്യങ്ങൾ ഒരിക്കലും കാണുന്നില്ല. ജ്യോതിഷക്കാർ യഥാർത്ഥം കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, അവര് ഫ്യൂച്ചറൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻസ് ടു ബീയിങ്സ് ലൈക്ക് അസ് ഹു ലിവ് ഇൻ എ 3 dimensional വേൾഡ് വേർ ആക്ച്വലി ഇറ്റ് ഈസ് എ 4 dimensional. അപ്പൊ ഒരിക്കലും നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് പോലും പറയാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ചുഴലിക്കാറ്റ് ഉണ്ടായി, ചുഴലിക്കാറ്റ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ചെന്ന് മീറ്റ് ചെയ്തു, ഇതാണ് സംഭവിച്ചത്. അപ്പൊ അത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ കർമ്മയുമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ ഒരു ആക്സിഡന്റ് നടക്കേണ്ട ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെന്ന് കയറുന്നു. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് തിയറിയോട് അതെ ചേർന്ന് വരികയാണ്. അപ്പൊ നോട്ട് മിയർ കാഷ്വാലിറ്റി, അപ്പൊ ഇത് സംഭവിക്കേണ്ടതാണ് ആണെന്നുള്ളൊരു സങ്കല്പം. അതെ ഇവൻ ഇത് ഭവിക്കണം, ഇന്ന കാലം വേണം, അവശത ഭവിക്കണം, അർത്ഥനാശം വേണം. അതെ അത് ഗംഭീരമായ ഒരു എക്സ്പ്ലനേഷൻ ആണ് എന്തായാലും. അപ്പൊ ഒരിക്കലും നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് പോലും പറയാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ചുഴലിക്കാറ്റ് ഉണ്ടായി, ചുഴലിക്കാറ്റ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ചെന്ന് മീറ്റ് ചെയ്തു, ഇതാണ് സംഭവിച്ചത്. അപ്പൊ അത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ കർമ്മയുമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ ഒരു ആക്സിഡന്റ് നടക്കേണ്ട ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെന്ന് കയറുന്നു. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് തിയറിയോട് അതെ ചേർന്ന് വരികയാണ്. അപ്പൊ നോട്ട് മിയർ കാഷ്വാലിറ്റി, അപ്പൊ ഇത് സംഭവിക്കേണ്ടതാണ് ആണെന്നുള്ളൊരു സങ്കല്പം. അതെ ഇവൻ ഇത് ഭവിക്കണം, ഇന്ന കാലം വേണം, അവശത ഭവിക്കണം, അർത്ഥനാശം വേണം. അതെ അത് ഗംഭീരമായ ഒരു എക്സ്പ്ലനേഷൻ ആണ് എന്തായാലും. നമഃ ശിവായ. സാർ അതുപോലെ ഇപ്പൊ നമ്മള് പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്ത് നടക്കുന്ന ഒരു ചലനം മറുഭാഗത്തെയും ബാധിക്കുന്നു എന്ന് പറയുന്ന സ്ട്രിംഗ് തിയറിയിൽ പറയുന്ന ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയുന്നത്. അതെ അപ്പൊ അതല്ല കയോസ് തിയറി. അപ്പൊ പക്ഷെ എനിക്ക് സ്ട്രിംഗ് തിയറി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഇല്ല. ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ അപ്പൊ ഇതെല്ലാം ഒരു ബോധത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? അപ്പൊ ഒരു You see, if you ask me what are the greatest things which happened in 20th century, first of course relativity, then quantum theory, then unraveling of nuclear energy. നാലാമത്തെ ഗ്രേറ്റസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് കയോസ് തിയറി. കയോസ് തിയറി says that you don't need any quantum effect or uncertainty or anything like that. You can have uncertainty in or non-predictability in classical Newtonian mechanics. If you have a system with more than 3 dimensions, then you wait long enough, then you can have unpredictability. You can never. ഉദാഹരണമായിട്ട് ഇത് തന്നെ എടുക്കുക, സൺ, മൂൺ ആൻഡ് എർത്ത്. It's a 3 body system. You wait long enough, the moon will not be there where you predict it, because chaos will start happening. Predictability will be lost. One of the important prediction of the chaos theory is that if you make a small enough change in the initial state, then it will get amplified, and in the long run, the uncertainty will be so large that the system will go into chaos. ഇതാണ് ഈ 3 body സിസ്റ്റത്തിൽ നടക്കും. അത് മതി. അപ്പൊ 4 ബോഡിയാണെങ്കിൽ പിന്നെ പറയാൻ ടോട്ടലി കയോട്ടിക്. അപ്പൊ അതായത് അൺസർട്ടനിറ്റീസും അൺപ്രഡിക്റ്റബിലിറ്റിയും ഉണ്ടാവാനായിട്ട് യു ഡോണ്ട് നീഡ് ക്വാണ്ടം തിയറി. അൺസർട്ടനിറ്റി, ക്വാണ്ടം അൺസർട്ടനിറ്റി വേണ്ട. ക്ലാസിക്കൽ സിസ്റ്റത്തിൽ അൺസർട്ടനിറ്റി ഉണ്ട്. നമ്മൾ ക്വാണ്ടം എഫക്റ്റ് ഒന്നും ഇല്ലാതല്ലേ അൺസർട്ടനിറ്റി കാണുന്നത് നമ്മുടെ ഈ ലോകത്തിൽ. സോ ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത്
small variation in the initial setup. അതാണ് ബട്ടർഫ്ലൈ എഫക്ട്. ബട്ടർഫ്ലൈ. If a butterfly so long as flap its wing in Kerala, it will be a tornado in Mexico after 6 months. Time is also. അതെ അതെ അതെ. So that's butterfly effect. So uncertainties are there even in non-quantum systems. അതെ അതെ അതെ. Non-quantum systems. That is due to chaos theory, or chaos theory predicts it. And according to me and to many others, chaos theory is the fourth biggest thing which happened in the 20th century. Apart from computer and all, that's all technological. Theoretical field ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള വ്യാഖ്യാനം അങ്ങനെയാണല്ലോ, കാരണം അത് ഇഷ്ടം പോലെ അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം, സ്റ്റേറ്റിക് അല്ല എന്ന് പറഞ്ഞൊരു. ഇപ്പോഴത്തെ ഈ നോബൽ പ്രൈസ് കിട്ടിയവർ എനിക്ക് തോന്നുന്നു പ്രപഞ്ചത്തിന് ഭ്രാന്താണെന്ന് പറയുന്ന ഒരു സങ്കല്പം പറഞ്ഞതായിട്ട് എങ്ങനെ പറയുന്നു, മീൻസ് അത് മായയാണെന്നോ അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചത് അല്ല. അത് പ്രപഞ്ചം നമ്മൾ കാണുന്നതല്ല, യാഥാർത്ഥ്യം അല്ല എന്നുള്ള ഇത് എൻടാങ്കിൾമെന്റ് വന്നപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി. ഒരുപാട് യൂട്യൂബ് വീഡിയോസ് വന്നു. അതെ അതെ അതെ. കാണുന്നത് യാഥാർത്ഥ്യമല്ലെന്നൊക്കെ പറഞ്ഞു. സാർ നേരത്തെ പറഞ്ഞതുപോലെ ടൈമും സ്പേസും. അപ്പൊ ഞാനിപ്പം ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മള് കത്ത് എഴുതാൻ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ആദ്യം എഴുതുന്നത് സ്പേസ് ആൻഡ് ടൈമാണ്. അതെ അതെ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഈ ഒരു ഇത് വരച്ചിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് ഇങ്ങനെ പോയിന്റ് ഇട്ട് ഈ പോയിന്റിലാണ് നിങ്ങൾ ഉള്ളത്. പക്ഷെ സാറ് പറഞ്ഞത് ടൈം അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഇവോൾവ് ചെയ്യാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അവനവന് ആവശ്യമായ ഒരു സമയം അവനവനിലേക്ക് വന്നു ചേരുന്ന ഒരു അവനവന് ആവശ്യമായതോ ആവശ്യമില്ലാത്തതോ ആയിട്ടുള്ള ഒരു ഇവന്റ് മീറ്റ് ചെയ്യും. അതെ 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 അതെ. ഗ്രേറ്റ് ഗ്രേറ്റ് സാർ. അപ്പൊ അത് എന്തായാലും അതിന് തീർച്ചയായിട്ടും അതിനകത്തൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ ഡിങ് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. ഐ തിങ്ക് ഇപ്പൊ ജീവിക്കുന്ന ജൻസികൾ ആരെയും എഡിങ്ങിന്റെ ബുക്ക് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് തോന്നണില്ല. അല്ല, അവര് ഡിങ്കർ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഡിങ്കനെയാണ്, ബാലമംഗലത്തിലുള്ള ഡിങ്കനെയാണ് ഡിങ്ക ദൈവം എന്ന് പറഞ്ഞു നടക്കുന്നത്. അതിന് തന്നെ അറിയാം, അവരിത് വായിച്ചിട്ടില്ല. ഡിങ്കൺ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഡിങ്കനാണ് ഈ ഡയഗ്രാം കൊടുത്തത്, അബ്സല്യൂട്ട് ഫ്യൂച്ചർ അബ്സല്യൂട്ട് പാസ്റ്റ്. ഡിങ്കോവ്സ്കിയാണ് സ്പേസ് ടൈം സിസ്റ്റം കൊണ്ടുവന്നതെങ്കിലും ആ ഡയഗ്രാം കൊണ്ടുവന്നതെങ്കിലും അബ്സല്യൂട്ട് പാസ്റ്റ് നൗ ഹിയർ എൽസ്വെയർ എന്നൊക്കെ കൊടുത്തത് ഡിങ്കനാണ്. ഓ ശരി 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 സാർ. അപ്പൊ അതുപോലെ ചോദിക്കുന്നത് ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ, അപ്പൊ അതിന്റെ ഒരു എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതിന്റെ ഇപ്പോഴത്തെ ഈ പ്രായോഗികത എന്താണ്, നമ്മുടെ ഈ ലോകത്തിലുള്ള അതിന്റെ ഒരു പ്രായോഗിക വശം? യു നീഡ് ക്ലാസിക്കൽ മെക്കാനിക്സ്, ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ഉദാഹരണമായിട്ട് 2 ബില്യാർഡ് ബോർഡ് കൊളൈഡ് ചെയ്യുന്നു, അത് ഇന്ന ഡയറക്ഷനിൽ. ന്യൂട്ടൺസ് മെക്കാനിക്സ് ഈസ് ഓക്കെ, യു ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്. ബട്ട് യു ടേക്ക് an atomic system and try to predict what's happening in the system. For example, what's the frequency of the photon coming out of this atom? ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് പുറത്തു വരുന്ന ഫോട്ടോണുകളുടെ ഫ്രീക്വൻസി എത്ര? ന്യൂട്ടന്റെ ഭൗതികത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. Cannot use anything from Newton's physics to predict that. You need quantum concepts for that. അത് നീൽസ് ബോർ ആണ് ആദ്യമായിട്ട് പറഞ്ഞത്. ആറ്റത്തിന്റെ ഇലക്ട്രോണുകൾ ക്വാണ്ടം സ്റ്റേറ്റിലാണ്, സ്റ്റേഷനറി ക്വാണ്ടം സ്റ്റേറ്റിലാണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഫോട്ടോണെ എമിറ്റ് ചെയ്യുന്നു. അത് ആദ്യം പ്രിഡിക്ട് ചെയ്യുന്നത് നീൽസ് ബോർ. അത് ബോർ മോഡൽ, സിംപ്ലസ്റ്റ് മോഡൽ, വിച്ച് ഈസ് സ്റ്റിൽ അണ്ടർസ്റ്റാൻഡബിൾ. പിള്ളേർക്ക് അതാണ് പറഞ്ഞുകൊടുക്കുന്നത്. ആക്ച്വൽ സിസ്റ്റംസ് ആർ മോർ കോംപ്ലിക്കേറ്റഡ്. കാരണം അങ്ങനെ പ്ലാനറ്ററി സിസ്റ്റം പോലെ കറങ്ങുന്ന ഇലക്ട്രോൺ ഒന്നും അല്ല എന്നുള്ളതാണ് പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് വന്നപ്പോൾ മനസ്സിലാക്കിയത്. അങ്ങനെ അതൊരു AC പിക്ചറാണ്, ഒരു ക്ലൗഡാണ്, ഇലക്ട്രോണിന്റെ ഒരു ക്ലൗഡ്. അതാണ് ആ പുസ്തകത്തിന്റെ പുറത്ത് വെച്ചിട്ടില്ലേ, P ടൈപ്പ് ഓർബിറ്റൽ, S ടൈപ്പ് ഓർബിറ്റൽ. ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് മാത്രമേ അവിടെ കിട്ടുള്ളൂ. അത് മതി പല കാര്യങ്ങൾ അത് വേണം പല കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ മോളിക്യൂൾ ഫോർമേഷൻ ന്യൂട്ടൻ എന്ത് പറയാൻ പറ്റും? 2 ഹൈഡ്രജൻ എങ്ങനെയാണ് 2 ഹൈഡ്രജൻ ആറ്റംസ് ജോയിൻ ചെയ്ത് H2 ആവുന്നത്? ന്യൂട്ടന് പറയാൻ പറ്റില്ല. കാരണം 2 ഹൈഡ്രജൻ ആറ്റം അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും ഇലക്ട്രോൺ റിപ്പൾഷൻ കാരണം അത് പറന്നു പോകും. ഇറ്റ് വിൽ നെവർ ജോയിൻ ഇൻ എ കോവലന്റ് ബോണ്ട്. ബട്ട് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഇറ്റ് ക്യാൻ ഹാപ്പൻ. ശരിയാണ് സാർ പറഞ്ഞ ഏറ്റവും ഇതായിട്ടുള്ള വളരെ ഇതായിട്ടുള്ള ഒരു കാര്യമാണല്ലോ സാർ പറഞ്ഞത്. അങ്ങനെ ആരും അധികം ചിന്തിക്കാറ് പോലുമില്ല. വലിയ ആളുകൾ ചിന്തിച്ചിട്ടുണ്ട്. അല്ല, സാധാരണ അധ്യാപകരെ പഠിപ്പിക്കുന്ന പോളിംഗ് ഇവിടെ ക്ലാസ് പഠിപ്പിക്കുമ്പോഴൊന്നും ആരും ഇതിനെ കുറിച്ച് പറയുന്നില്ല. 2 സംഭവം വരുമ്പോൾ സാധാരണയായിട്ട് അത് റിപ്പൾഷൻ അവിടെ എങ്ങനെ അട്രാക്ട് ചെയ്യപ്പെടുന്നു ചോദിക്കുന്നില്ലല്ലോ. It forms a covalent bond because of quantum interactions. അത് ഇന്നസ് പോളിംഗ് ആണ് ആദ്യമായിട്ട് കാണിക്കുന്നത്.
ആദ്യം ഒരു ഹൈഡ്രജൻ ആറ്റം പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ, ഇതും പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ ടെമ്പററി അങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇത് എന്താകുന്നു, H2 മൈനസ്, ഇത് H പ്ലസ്. നെക്സ്റ്റ് ഇൻസ്റ്റന്റില് ഈ രണ്ട് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇത് H പ്ലസ് ആവും, ഇത് H മൈനസ് ആവും. ഈ ഇന്ററാക്ഷൻസിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഇന്ററാക്ഷൻസിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് 0.54 ആങ്സ്ട്രോം യൂണിറ്റ് സെപ്പറേഷനിൽ മിനിമം എനർജിയാണ്. അപ്പൊ അതവിടെ നിൽക്കും, ബോണ്ട് ഫോം ചെയ്തു കഴിഞ്ഞു. ഇത് ന്യൂട്ടൺ എങ്ങനെ പറയാൻ പറ്റും? ന്യൂട്ടൺ cannot explain this. ശരിക്കും അവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായി, കോൺസെപ്റ്റിൽ നിന്ന് സാധനം ഉണ്ടായി, ബോധത്തിന്റെ പ്രവർത്തനം. അപ്പൊ this is very important. Unless a covalent bond is formed, no molecular formation will take place. You and I will not be here. If there are no molecules, there are no biomolecules. We are not going to live in this world. നിങ്ങൾ ഞാനും ഇവിടെ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമില്ല. ക്വാണ്ടം മെക്കാനിക്സ് ഉള്ളത് കൊണ്ട് നമ്മളുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു സയന്റിസ്റ്റിന്റെ ഒരു പ്രഭാഷണം കേട്ടായിരുന്നു. അപ്പൊ ആ പ്രഭാഷണത്തിന്റെ അതിന്റെ ടൈറ്റിൽ ഒരു കൊടുത്തിരുന്നത് പ്രപഞ്ചത്തിന്റെ ആൽക്കമിസ്റ്റുകൾ എന്നായിരുന്നു കൊടുത്തത്. അപ്പൊ മൂലകങ്ങളുടെ എവല്യൂഷൻ എങ്ങനെയാണെന്നാണ് അദ്ദേഹം ക്ലാസ് എടുത്തത്. അദ്ദേഹം ആദ്യമേ പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അജിത് പരമേശ്വരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ കുറെ നേരം അദ്ദേഹം കുറച്ച് ക്ലാസ്സുകൾ പറഞ്ഞിട്ട് അതിങ്ങനെ ഉണ്ടായി, നക്ഷത്രങ്ങൾക്കകത്തുണ്ടാകുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ലാസ്റ്റിൽ ഞാനിങ്ങനെ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചു, ഇതെല്ലാം ഒരു മിയർ കാഷ്വാലിറ്റി ആണോ, അത് കേവലമായ ഒരു ആകസ്മികതയാണോ? അപ്പോൾ നമ്മൾ ബിഗ് ബാങ് വെച്ചിട്ട് ചെറുതിലെ ആളുകൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഭൂമി ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് വീണത് കൊണ്ടാണ് നമുക്ക് ജീവൻ ഉണ്ടായത്, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായത്, അങ്ങേക്കും എനിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് ഉണ്ടായത്, ഇതെല്ലാം ആകസ്മികത എന്നാണ് അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇതൊരു കോൺഷ്യസ്നെസ്സിന്റെ വർക്ക് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മനുഷ്യൻ വന്നിട്ട് കുറച്ച് വർഷമേ ആയുള്ളൂ, അപ്പോൾ ബോധത്തിന്റെ കാര്യമൊന്നും അവിടെ ഇല്ല, പ്രപഞ്ചത്തിന് നിങ്ങളുടെ ബോധത്തിന് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഒരു ഐറോണിക് കമന്റാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, പ്രപഞ്ചത്തിന് അങ്ങേ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, അങ്ങയുടെ ബോധത്തിന് ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അവിടെ അവസാനിച്ചിട്ട് ഞാൻ അവിടുന്ന് പോയി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചൊരു കാര്യമുണ്ട് സാർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഭൂമി ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വന്ന് വീണ് ഏതാണ്ട് 1,00,000 കിലോമീറ്ററിന് പുറത്താണ് ഭൂമി കറങ്ങുന്ന വേഗത എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഇനിഷ്യൽ പുള്ള് വേണ്ടേ സാർ? അങ്ങനെയാണെങ്കിൽ 18 കിലോമീറ്റർ പെർ സെക്കൻഡ്. അതെ. അപ്പം ഇതിനൊരു ഇനിഷ്യൽ പുള്ള് അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാർ സംഭവിച്ചിട്ടുണ്ടാവുക? പുള്ളല്ല ഉണ്ടായത്. ഇത് when you have all these dust, that's another important thing. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, stars are the cooking pot for the elements. All these elements, hydrogen, helium, oxygen, aluminum, iron, everything is cooked in the furnace of the heart of stars. അവിടുന്ന് കുക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ പൊട്ടിച്ച് പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കുന്നു. പിന്നെ what do you call supernova explosion. Big stars explode as a supernova. In that explosion, all these elements are spewed out. Fission and fusion. It's all thrown out into the dust. Dust ആണ് ഇതെല്ലാം. Dust ആയിട്ട് വരും. പിന്നെ gravitation takes over. When gravitation takes over, ഈ dust symmetric അല്ല. അപ്പൊ എന്താ പറ്റുക, ഒരു സൈഡിൽ കൂടുതൽ വലിക്കും. So it starts rotating. And the whole thing starts rotating. Certain parts rotate faster. And that becomes planet, and അധികം rotate ചെയ്യാത്ത center core another star like sun. But then we have a planetary system around the main star. But slight asymmetry is necessary for this rotation to happen. Asymmetry ഉണ്ടാകാണ്ട് വലിയ explosion ഡയറക്ഷനിലേക്ക് പോകും. So all these materials are cooked in the heart of stars. And then we are formed. അതെ. അപ്പൊ ഈ ബൃഹദാരണ്യത്തിൽ പറയുന്ന പോലെ ആദ്യത്തെ ഈ നിർഗുണ ബ്രഹ്മൻ ഞാൻ പലതായിട്ട് ഭവിക്കട്ടെ എന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്നാണ് ഇതുണ്ടായെന്ന് പറയുന്ന ഒരു ഇതുമായിട്ട് വേണമെങ്കിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റും. സങ്കല്പങ്ങൾ എന്ത് വേണമെങ്കിലും. പക്ഷെ പ്യൂർ ഫിസിക്സ് ഇങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പോസിബിളി ദാറ്റ് ഓൾസോ ഈസ് വൺ ഓഫ് അവർ ഡ്രീംസ്. ഇതെങ്ങനെ ഉണ്ടായിരുന്നത്, കാരണം നമ്മൾ ഈ പറയുന്നതൊക്കെ ശരിയാകാനൊന്നും യാതൊരു ചാൻസും ഇല്ല. ശരിയാകാനും പോസിബിൾ ആണ്, ശരിയാകാതിരിക്കാനും പോസിബിൾ. ദീസ് ആർ something which create out of our observations and our models. There is absolutely no guarantee that these models are absolute. Science ഈ മോഡൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. For example, we had the Newtonian model, gravitation കുറിച്ച്, inverse square law and all that. When Einstein came and said that no, that model is not correct. It is a space-time continuum, and all this mass will create distortion in space-time continuum, and that is what is called gravitational field.
നമ്മൾ റബ്ബർ ഷീറ്റിലെ ഒരു സാധനം വെച്ചാൽ റബ്ബർ ഷീറ്റ് ഇങ്ങനെ അതെ അതെ ചുളുങ്ങും, പിന്നൊരു രാശിക്കായിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ചുറ്റും അതെ അതെ. ഇറങ്ങും. അങ്ങനെയാണ് ഗ്രാവിറ്റേഷൻ. ഞാൻ ആ ചോദ്യം ചോദിക്കാനായിട്ട് വരായിരുന്നു. അതായത് ഇപ്പൊ വായിച്ചിട്ടുണ്ട്, ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല. ഐൻസ്റ്റൈൻ പറഞ്ഞതായിട്ട് ഐ വാസ് സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്ന് പോസ് ചെയ്തു ടു ഡിസ്പ്രൂവ് വാട്ട് ഹി ഹാസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞൊരു കമന്റ് വായിച്ചിട്ടുണ്ട്. അപ്പം ന്യൂട്ടോണിയൻ ഫിസിക്സ് പറയുന്ന ഗ്രാവിറ്റി അല്ല ഇദ്ദേഹം പറയുന്നത്. പ്രപഞ്ചത്തിൽ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഷീറ്റിൽ നമ്മളൊരു വെയിറ്റ് ഉള്ള സാധനം വെക്കുമ്പോൾ അത് അതിലോട്ടൊരു പ്ലെയിൻ ഓഫ് ഇൻക്ലിനേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിനേക്കാൾ ഭാരമുള്ള ഒരു സാധനം വെക്കുമ്പോൾ അത് അങ്ങോട്ട് പോകുന്നു. ഈ രീതിയിൽ ഉള്ള ഒരു സങ്കല്പമാണ് കേട്ടിട്ടുള്ളത്. അതിന്റെ ഒരു പ്രധാന ഡിഫക്റ്റ് അത് ക്വാണ്ടം തിയറി ആയിട്ട് മെഷ് ചെയ്യുന്നില്ല. ഇറ്റ് ഡസന്റ് മാച്ച് വിത്ത് ക്വാണ്ടം തിയറി. അതുപോലെ മറ്റൊരു കാര്യം സർ, പ്രപഞ്ചം പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് പ്രപഞ്ചം ഇങ്ങനെ വികസിക്കുന്നു. അപ്പൊ അങ്ങനെ വികസിക്കണമെങ്കിൽ അതിന്റെ പുറത്തൊരു സ്പേസ് ഉണ്ടാവണ്ടേ, ഔട്ടർ സ്പേസ് ഉണ്ടാവണ്ടേ? വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇനീഷ്യലി ഈ സ്പേസ് എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ ഉള്ള ഒരു കാര്യമാണെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ ചോദ്യം ഉണ്ടാവുന്നത്. സ്പേസ് എന്ന് പറയുന്നത് അവിടെ ഇല്ല. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ഈ സ്പേസ് ഉണ്ടാവുന്നത്. ഔട്ട് സൈഡ് അങ്ങനെ ഇതില്ല. അപ്പൊ ഇതിനൊരു ഡയമെൻഷൻ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഔട്ട്സൈഡ് ദിസ് യൂണിവേഴ്സ് വാട്ട് വി ഡോണ്ട് നോ. അതെ അതെ. There may not be any space. അതെ. അതുപോലെ തന്നെ സാർ രസകരമായ ഒരു കാര്യം, ഇപ്പം കുട്ടികൾക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലായി. ഞാനിപ്പോൾ ഒരു ബോൾ എടുത്തിട്ട് ഇപ്പം ഞാൻ പറയും ഇവിടെ ഞാൻ നിൽക്കുന്നു, എന്റെ മുകൾ ഭാഗം ഇതാണ്. അപ്പോൾ ഒരു അമേരിക്കൻ നിൽക്കുമ്പോഴത്തേക്ക് അയാളുടെ മുകൾ ഭാഗം എന്റെ താഴേക്കാണ്. ബോളിൽ നിൽക്കുമ്പോൾ അയാൾ ഇങ്ങോട്ടാണ്. അപ്പൊ ഈ മുകളും താഴെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവർ വല്ലാതെ കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ സാർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. കോൺസെപ്റ്റ് എന്താണ്? അതൊരു സിംപ്ലിസ്റ്റിക് ക്വസ്റ്റ്യൻ ആണത്. കാരണം നമ്മൾ മോളും താഴെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഗ്രാവിറ്റേഷണൽ പുള്ളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മളെ പുള്ളി ചെയ്യുന്ന ചോട്, പുള്ളിയാത്ത ഭാഗം മോള്, അങ്ങനെയാണ് യഥാർത്ഥത്തില്. അപ്പൊ അതുകൊണ്ട് ചോട്ടിൽ നിൽക്കുകയാണെങ്കിൽ ആ മോളിലേക്കാണ് പുള്ളി ചെയ്യുന്നത്. എന്റെ സെന്റർ ടു എർത്ത് ആണല്ലോ. എർത്ത് ഈസ് പുള്ളിങ് എവറിത്തിങ് ടു ഇറ്റ്സ് സെന്റർ. അപ്പൊ അവിടെയാണ് അവിടെ കീഴ്. അവിടുത്തെ കീഴ് ഭൂമിയുടെയും ചോട്ടിലല്ല, ഡയറക്ഷൻ അല്ലാതെ. ഡയറക്ഷനിലായിട്ട് നോക്കുമ്പോൾ അങ്ങനെ സങ്കല്പം ഇല്ലല്ലോ സാർ, മുകളും താഴെ എന്ന് പറയുന്ന സങ്കല്പം പറയാം. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. അതെ. ഭൂമിയിൽ നിൽക്കുമ്പോ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനാണ് കീഴ്, മറ്റേ ഡയറക്ഷൻ മോള്. ഭൂമി അല്ലാത്തപ്പോ എവരി ഡയറക്ഷൻ ഈസ് സെയിം. അതും ആവേശികമായിട്ട് ഇഫ് യു ഹാവ് എ ഗാലക്സി, ആൻഡ്രോമീഡ ഗാലക്സിയുടെ ഡയറക്ഷൻ വേണമെങ്കിൽ അതൊരു ഡയറക്ഷനാണ്. അതെ. സാർ, അപ്പോൾ ഇത്രയും പറയുമ്പോൾ നമ്മുടെ ഈ ഭാരതീയ ഋഷിമാർ, ഇപ്പം അങ്ങ് നേരത്തെ പറഞ്ഞു കണാദൻ, പക്ഷേ നമ്മുടെ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറിലോ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയില്ല കണാദന്റെ പേര്, അവർക്ക് അറിയില്ല. ഡാൽട്ടൺ തിയറി വെച്ച് മാത്രമാണ് അവർ പുസ്തകങ്ങളിൽ എങ്കിലും ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർക്ക് വലിയ ധാരണയില്ല കണാദനെ കുറിച്ച്. കേരളത്തിൽ തീരെയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ. അപ്പൊ അതൊരു വലിയ കുഴപ്പമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാർ, അപ്പൊ നമ്മുടെ ഞാൻ ഈ തർക്കിക്കുന്ന ആളോട് പറയാം, നിങ്ങളിപ്പോ ഉപയോഗിക്കുന്ന ഭാഷ നമ്മുടെ പ്രാചീനരായ ആളുകൾ ഉണ്ടാക്കിയവരാണ്. നിങ്ങൾ എണ്ണുന്ന അക്കങ്ങൾ 9 വരെ വന്ന അക്കങ്ങൾ അവസാനിക്കുകയാണ്, പിന്നെ ബാക്കി അതിന്റെ പെരുക്കങ്ങളാണ് വരുന്നത്. ആഴ്ചകൾ, അതുപോലെ തന്നെ അയനങ്ങൾ, ബാക്കിയുള്ളതെല്ലാം സംക്രമണങ്ങൾ, ഇതെല്ലാം കണ്ടെത്തിയിരിക്കുന്ന പഴയ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം, ഡോക്ടർ വിഷ്ണുവും ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ആര്യഭടനും അതിന് മുമ്പുള്ള ആൾക്കാർ ഇത്രയും വലിയ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അവരുപയോഗിച്ചത് മെത്തഡോളജി എന്തായിരുന്നു? ഈ ഇപ്പൊ സയൻസിന് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് കൃത്യമായിട്ട് എക്ലിപ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ. അതെ. അത് എന്ത് മെത്തഡോളജി സാർ അവർ ഉപയോഗിച്ചത്? അതോ ദർശനങ്ങളാണോ? ഒബ്സർവേഷൻ ആണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് സംഗ്രാമ മാധവൻ, ഇരിങ്ങാലക്കുട അടുത്തുള്ള സംഗ്രാമ മാധവൻ മുറ്റത്ത് മലന്ന് കിടന്ന് അതിനൊരു ഒരു തറയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ തറ ഇപ്പോഴും അവിടെ ഉണ്ടെന്നാ പറയുന്നത്. ഒരു കരിങ്കലിന്റെ ഷീറ്റ്, കട്ടില് പോലത്തെ. അതുമ്പോൾ മലന്ന് കിടന്ന സ്റ്റാർസിനെ നോക്കി ഒബ്സർവ് ചെയ്ത് അതിന്റെ മൂവ്മെന്റ്സ് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം. പക്ഷെ നമ്മൾ കഴിയുമ്പോൾ കുറച്ച് സൂപ്പർ ഹ്യൂമൻ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഓരോ ഡിവൈസുകളും ഇല്ലാതെ അവർ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ഈ ദർശനത്തിന്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ് സാർ? അവർക്ക് ഈ മനോദർശനങ്ങളായിട്ട് അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നതിൽ അവർ സാധാരണക്കാർ ചിന്തിച്ചതിനേക്കാളും കൂടുതലായിട്ട് ചിന്തിച്ചു. കാരണം നമ്മൾ സ്റ്റാർ കണ്ട് അവര് സ്റ്റാർ കണ്ട് അവർ കൂടുതൽ കണ്ടു. അത് ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് ദെയർ ഇന്റലക്ട്. അവിടെ ഈ പറഞ്ഞതുപോലുള്ള ക്വാണ്ടം ഫീൽഡിൽ പറയുന്ന പോലെ ഒരു സൂപ്പർ കോൺഷ്യസുമായിട്ടുള്ള അവരുടെ ഒരു ഉണർത്തലോ അല്ലെങ്കിൽ അതുമായിട്ടൊരു കണക്ഷൻ വരുന്നതോ അങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. എവരി എക്സ്ട്രാ എബിലിറ്റി ഈസ് എ ഗിഫ്റ്റ്. അതെങ്ങനെ വന്നു എന്ന് പറയാൻ എങ്ങനെ വന്നു എന്ന് പറയാൻ നമ്മളാണല്ലോ. അപ്പൊ ഇയാൾ നേരത്തെ പറഞ്ഞ വ്യക്തി, യുക്തിവാദി പറഞ്ഞല്ലോ, നമ്മൾ വന്നിട്ട് ഇത്ര 50,000 കൊല്ലമായിട്ടുള്ളൂ പ്രപഞ്ചാനുഭവം. Given a universe, for example, there is moon.
വൈ ദർ ഇസ് നോ ഹ്യൂമൻ ബീയിങ് ഓൺ മൂൺ? അതെ നത്തിങ് ഇവോൾവ്. അതെ അതെ അതെ. അപ്പോൾ അത് ഇവോൾവ് ചെയ്യാനായിട്ട് തൗസൻഡ്സ് ഓഫ് ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നാലേ ഇവോൾവ് ചെയ്യുള്ളൂ. അതെ അതെ. ദർ ഈസ് എ സ്റ്റോറി അബൌട്ട് ഫ്രെഡ് ഹോയിൽ. ഇതെല്ലാം എവല്യൂഷനിൽ ഉണ്ടായതാണെന്ന് പറഞ്ഞപ്പോൾ ഫ്രെഡ് ഹോയിൽ ഒരു എക്സാമ്പിൾ പറയണം. ഫ്രെഡ് ഹോയിൽ നർലിക്കറുടെ ഗുരുജിയാണ്. ഓക്സ്ഫോർഡ് സർ ഫ്രെഡ് ഹോയിൽ സെഡ്, ഓക്കെ ലെറ്റ്സ് അസ്യൂം ഇറ്റ് ദിസ് വേ. ഐ ഹാവ് എ സ്ക്രാപ്പ് ഫീൽഡ്, ഒരു ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കാം. പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വീശി. ഒരു കൊടുങ്കാറ്റ് വീശി കഴിഞ്ഞ് ആ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്നൊക്കെ പോയി അവസാനം നോക്കുമ്പോൾ ഒരു ബോയിങ് 747 അവിടെ നിൽക്കുന്നു. ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇത്രയും 3.5 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ദേ ഒരു ഹ്യൂമൻ ബീയിങ് അവിടെ വന്നു. എങ്ങനെ ഉണ്ടായി? അല്ല, ഇവരതിനെ വാദിക്കുന്നത് അങ്ങനെയാണ്, വെറുതെ ഒരു ആക്സിഡൻസ്, കേവലമായ ഒരു ആക്സിഡൻസ്. അത് തന്നെ ആക്സിഡന്റിനെയാണ് ഫ്രെഡ് ഹോയിൽ പറഞ്ഞത്. ഈ 747 പ്ലെയിൻ അവിടെ ആക്സിഡന്റ് ആയിട്ടുണ്ടാവും കാണിച്ചു തരാം. അതെ അതെ അതെ. പിന്നെ ഡാർവിന്റെ സിദ്ധാന്തം എടുത്ത് വെച്ചിട്ട് അവർ പറഞ്ഞിട്ട് ഫിറ്റസ്റ്റ് ക്യാൻ സർവൈവ് എന്നുള്ളത് വെച്ചിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ വാദിക്കുന്നത്. അത് തെറ്റൊന്നുമല്ല ഡാർവിന്റെ സിദ്ധാന്തം. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ, വി ഇവോൾവ്, ദാറ്റ് ഈസ് എ ട്രൂത്ത്. അതെ. പക്ഷെ ദർ ഈസ് നോ പെർഫെക്റ്റ് ഡയറക്ഷൻ ഫോർ എൻ എവല്യൂഷൻ. എവല്യൂഷൻ ഒരു മെഷീൻ ഒന്നും അല്ല. ഈ ജീവൻ മുഴുവൻ നശിപ്പിച്ചിട്ട് ഒന്നും കൂടി ഇട്ട് നോക്കും, നമ്മളായിരിക്കില്ല ഉണ്ടാവും, സംതിങ് എൽസ്. അപ്പൊ എവല്യൂഷൻ ഈസ് നോട്ട് എ ഡിറ്റർമിനിസ്റ്റിക് തിങ്, ഇറ്റ്സ് എ ഷുവർ തിങ്. ഈവൻ ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് എക്സാമ്പിൾസ് വേർ എവല്യൂഷൻ ഡസന്റ് ഫിറ്റ്. അതെ അതെ അതെ. ഈ മത്സ്യത്തിനൊക്കെ ഇലക്ട്രിക് ചാർജ് ഉണ്ടാകുന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ഈ 100 ബില്യൺ ഇന്റർ കണക്ഷൻസ് ഇൻ ദ ന്യൂറോൺ തലയുടെ അകത്ത്. അതെ 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 അതെ. ഇത് ഏത് എവല്യൂഷനാ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. Dumb evolution can do this? I don't think so. Never sir, never. ഒരു ഏരിയ ആയിരുന്നു ഈ ക്വാണ്ടം ഗ്രാവിറ്റിയും ന്യൂട്രോഷണൽ അല്ല ക്വാണ്ടം ഗ്രാവിറ്റിയും അതുപോലെ ന്യൂട്ടോണിയൻ ഗ്രാവിറ്റിയും തമ്മിൽ അങ്ങനെ കണക്ട് ചെയ്യുന്നതിലുണ്ടോ സാർ? അത് ചോദിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം. ന്യൂട്ടോണിയൻ ഗ്രാവിറ്റി ഈസ് എ സിംപ്ലിസ്റ്റിക് തിങ്. എവറിത്തിങ് അട്രാക്ട്സ് എവരി അതർ തിങ്സ്. അതിന്റെ ബേസിക് മൈക്രോസ്കോപ്പിക് മെക്കാനിസം ഒന്നുമില്ല. ക്വാണ്ടം ഗ്രാവിറ്റി ട്രൈസ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് യൂസിങ് എ മൈക്രോസ്കോപ്പിക് പിക്ചർ. കാരണം ക്വാണ്ടം തിയറിയിൽ 2 ഇലക്ട്രോൺസ് എങ്ങനെയാണ് റിപ്പൽ ചെയ്യണത്? 1 ഇലക്ട്രോൺ emits a photon and the other electron receives it. Imagine 2 persons standing on an ice skating plane. സ്കേറ്റിംഗ് റിങ്ങിൽ നിൽക്കുന്നു. 2 പേർക്കും സ്കേറ്റിംഗ് ഷൂസ് ആണ്. ആദ്യത്തെ ആളെ ഒരു ബാസ്കറ്റ് ബോൾ മറ്റേ ആളുടെ നേരെ എറിയുന്നു. അപ്പൊ എന്ത് പറ്റും? ബിക്കോസ് ഓഫ് റിയാക്ഷൻ ഇയാൾ പുറകോട്ട് പോകും. മറ്റേ ആൾ ആ പന്ത് പിടിക്കുമ്പോൾ എന്ത് പറ്റും? ബിക്കോസ് ഓഫ് ദ മൊമെന്റം അയാൾ പുറകോട്ട് പോകും. ഇവര് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പന്ത് എറിഞ്ഞുകൊണ്ടിരുന്ന 2 പേര് അകന്നകന്നു. ദാറ്റ് ഈസ് റിപ്പൾഷൻ. ദാറ്റ് ഈസ് ഡ്യൂ ടു ദിസ് ക്വാണ്ടം ഇന്ററാക്ഷൻ. അതാണ് ഫൈൻമാന്റെ ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് പറയുന്നത്. ഇങ്ങനെയാണ് ഫൈൻമാൻ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ അതിൽ നിന്ന് ഇൻവേഴ്സ് സ്ക്വയറിലോ ഡിറൈവ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ എക്സ്ചേഞ്ച് പ്രോസസ്സിൽ നിന്ന്. ദാറ്റ് ഈസ് ഹൗ ടു. അല്ലാതെ എങ്ങനെയാണ് ഒരു ബോഡി മറ്റൊരു ബോഡിയിലേക്ക് ബലം പ്രയോഗിക്കുന്നത്? യു ഹാവ് ടു ഹാവ് വാട്ട് ഈസ് കോൾഡ് എക്സ്ചേഞ്ച് ഫോഴ്സ്. ഇതാണ് എക്സ്ചേഞ്ച് ഫോഴ്സിന്റെ എക്സാമ്പിൾ. അപ്പോൾ എന്നോട് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഒരിക്കൽ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സാറേ എങ്ങനെയാണ് അട്രാക്ഷൻ ഉണ്ടാകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ബാസ്കറ്റ് ബോളിന് പകരം അത് മാറ്റിയിട്ട് ഒരു ബൂമറാങ് ഇമാൻ ചെയ്യും. ഇയാൾ ബൂമറാങ് അങ്ങോട്ട് എറിയുന്നു, അത് തിരിച്ച് ഇയാൾ ഇങ്ങോട്ട് ഇടിക്കുന്നു. 2 പേരും അടുത്തടുത്ത് വരും. അവൻ ക്ലവറായിരുന്നു. സോ ദാറ്റ് ഈസ് അട്രാക്ഷൻ. 2 പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അട്രാക്ഷൻ. ഗ്രാവിറ്റിയുടെ കേസിൽ എന്ത് പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഗ്രാവിറ്റോൺ. ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഗ്രാവിറ്റോൺ. ആൻഡ് ക്വാണ്ടം തിയറി like Thanu Padmanabhan has been working for his whole lifetime. Never anybody succeeded in proving that gravitons will cause gravitation. അതുകൊണ്ട് മീഗറായ ഒരു ഫോഴ്സ് ആണോ സാർ ഈ ഗ്രാവിറ്റോൺസ്? അതിനുള്ള പവർ ആകാൻ വഴിയില്ല. അത് ലാർജസ്റ്റ് സിസ്റ്റംസ് ആർ മാനേജ്ഡ് ബൈ ഗ്രാവിറ്റേഷൻ. അതാണ്. ബട്ട് ഇറ്റ് ഇസ് എ വീക്കസ്റ്റ് ഓഫ് ദ ഫോഴ്സ്. ഇറ്റ്സ് എ വീക്കസ്റ്റ് ഓഫ് ദ ഫോഴ്സ്. The weakest of the forces create the largest of the systems like galaxies and things like that. Galactic clusters. Strongest of the force creates the smallest of the system. Like nuclear interactions. Maybe അതായിരിക്കും സാർ. ചില പുരാണ കഥകളിലൊക്കെ ഈ ഭൂമിയെ ഓടിച്ചു, പിന്നെ വേറെ ഗ്രഹത്തിന് പിടിക്കാൻ വേണ്ടി ഒരാൾ പോയി, സൂര്യനെ വിഴുകാനായിട്ട് പോയി എന്നൊക്കെ പറയുന്ന കഥകളിൽ ഒരുപക്ഷെ ഈ ഗ്രാവിറ്റേഷണൽ ഇതിനേക്കാളും കൂടുതലായിട്ട് ബോധത്തിന്റെ ഒരു തലമുണ്ടെന്നുള്ളൊരു വ്യാഖ്യാനം അതിന് കൊടുക്കാൻ പറ്റുമോ സാർ ആ കഥകൾക്കൊക്കെ?
കൊടുക്കുന്നതിന് വിരോധമില്ല. പക്ഷേ എങ്ങനെയുണ്ടായത് നമുക്കറിയില്ല. കഥകൾ പലതും കഥകളായിട്ട് തന്നെ അത് പുരാണത്തിൽ പറഞ്ഞാൽ ഇത് കഥയായിട്ട് കൂട്ടിയാൽ മതി എന്ന്. ഉപനിഷത്തുകളുടെ വ്യാഖ്യാനമാണല്ലോ പുരാണങ്ങൾ. അതിൽ ഓരോ പ്രിൻസിപ്പിൾസ് അവർ ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഈ പ്രിൻസിപ്പിൾ ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടാവായിരിക്കാം. അതുപോലെ തന്നെ ഇപ്പം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ഇപ്പം രാമായണവും മഹാഭാരതമൊക്കെ എഴുതപ്പെട്ടിട്ട് എന്തായാലും BC-യിലൊക്കെയാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവിടെ അന്ന് അവർ സ്വർണം കൊണ്ടുള്ള കിരീടങ്ങൾ ധരിച്ചിരുന്നു. അസ്ത്രങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർ മെറ്റൽസ് ഉപയോഗിച്ചത്. അപ്പം മെറ്റലർജിയെ കുറിച്ച് അവർക്ക് ധാരാളം അറിവുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ പുഷ്പവിമാനം പറത്തുന്നുണ്ട്. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് പോലും നമ്മൾ പ്രാകൃതരെന്ന് കണക്കാക്കിയിരുന്ന ആളുകൾക്ക് അന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരൊരിക്കലും നിസ്സാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഋഷി ഭരദ്വാജന്റെ യന്ത്ര സംഹിതയിലെ ഭരദ്വാജ വിമാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഒരു കോപ്പി ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഇന്ത്യൻ HIL-ലോ NIL-ലോ അങ്ങനെ ഇരിപ്പുണ്ട്. പൂജ്യ ഗുരുദേവ് അദ്ദേഹത്തിന്റെ ഫാദർ ആചാര്യ രത്നാനന്ദയുടെ ഒരു പുസ്തകമുണ്ട്, മോർ ലൈറ്റ് ഓൺ ലെസ് നോൺ എന്നൊരു ബുക്കുണ്ട്. അതിനകത്ത് ധാരാളം വിമാനങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട്. രുക്മ വിമാനം, പിന്നെ ഇങ്ങനെയുള്ള. അതുപോലെ തന്നെ തിരുവനന്തപുരം അവിടെ ശാലയിൽ ഇത് പഠിപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ശാലകളൊക്കെ ചാലകളായി അധപ്പതിച്ചു. അങ്ങനെ അപ്പൊ നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായും. അപ്പോൾ എന്തായാലും ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് സെഷൻ തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സാർ. മറ്റൊന്നുമല്ല, അപ്പോൾ ദ്വൈതം അദ്വൈതം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിനിമം ഒരു രണ്ട് വശമില്ലാതെ ഒരു വസ്തുവിനെ നമുക്ക് മെറ്റീരിയൽസ് കാണാൻ സാധിക്കുന്നില്ല. ഒരു ഷേപ്പ് ഉണ്ടാകണമെങ്കിൽ മിനിമം 3 വശങ്ങൾ വേണം എന്നും ഇങ്ങനെ പഴയ ശാസ്ത്ര ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രവും ആത്മീയതയും യഥാർത്ഥത്തിൽ ദ്വൈതങ്ങളായി നിൽക്കുമ്പോൾ അദ്വൈതം എന്താണ്? അതോ അങ്ങയുടെ അഭിപ്രായത്തിൽ അദ്വൈതം ഉണ്ടോ അതോ ദ്വൈതങ്ങളാണോ? ആത്മാവ് ഉണ്ടായാലേ ആത്മീയതയുള്ളൂ. ആത്മീയതയും ആത്മാവും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ശാസ്ത്രം ഉണ്ടാവുള്ളൂ. ഇതില്ലാതെ, ആത്മാവില്ലാതെ ഒരു ശാസ്ത്രം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആത്മീയത ഒരു നാച്ചുറൽ ആക്ടിവിറ്റി ഓഫ് ദി ആത്മാ. Another activity of the Atma is doing science. Not different. രണ്ട് ഡയറക്ഷനിൽ സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ശാസ്ത്രം പ്രധാനമായിട്ട് ഭൗതിക വസ്തുക്കളിലുള്ള കളി മാത്രമേ ഉള്ളൂ. അപ്പൊ ഭൗതികത്തിന് ഉപരിയായിട്ടൊന്നും ചിന്തിക്കാനായിട്ട് അതിനെ പഠിപ്പിച്ചിട്ടില്ല. There are no algorithms. Especially in Kerala. മൂക്കിന്റെ തുമ്പിന്റെ അപ്പുറം കാണാത്ത യുക്തിവാദികൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. സാറിനെ പോലെ സയന്റിസ്റ്റ് അത് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഇതുണ്ട്. ഇപ്പം പണിക്കർ സാറാണ് ഇതിനു മുമ്പ് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ശാസ്ത്രാന്ധത എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്. കാരണം നമ്മളെല്ലാം ഭയങ്കരമായിട്ട് അതെ. അതായത് ജലദോഷം വന്നാൽ പോലും നമ്മൾ പാരസെറ്റമോൾ കഴിക്കും, നമ്മൾ 2 നേരം കുളിക്കും, ടോയ്ലറ്റ് നന്നായിട്ട് യൂസ് ചെയ്യും, പക്ഷേ നന്നായിട്ട് 2-3 പ്രാവശ്യം നല്ല സോപ്പ് തേച്ച് കുളിക്കും. പക്ഷേ വരാത്ത അസുഖങ്ങളൊന്നും നമുക്കില്ല, മൊത്തത്തിൽ കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷെ വിദേശത്താണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഭാരതീയ ആത്മീയതയെ കുറിച്ച് വളരെയേറെ സീരിയസ് ആയിട്ട് അവർ പഠിക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പൊ അങ്ങനെപ്പോലുള്ള ആളുടെ കയ്യിൽ അതെ. ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു വരുന്ന തലമുറയ്ക്ക് ഒരു വലിയൊരു ഇൻസ്പിറേഷനാണ്. കാരണം അങ്ങനെപ്പോലുള്ളൊരു സ്റ്റോൾവേർഡ് പേഴ്സണാലിറ്റി ഇൻ ദ ഫീൽഡ് ഓഫ് ഫിസിക്സ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ പറയേണ്ടത്? ഇഫ് യു ഹാവ് എ ടോട്ടാലിറ്റി ഓഫ് തിങ്കിങ്, ഇത് ആത്മീയത അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇഫ് യു ഹാവ് പാർഷ്യൽ തിങ്കിങ്, ആത്മീയതയെ കണ്ടില്ല എന്ന് വാദിക്കാം. ബട്ട് ഇഫ് യു ആർ ആൻ ഓണസ്റ്റ് തിങ്കർ, യു ഹാവ് ടു ഇൻക്ലൂഡ് സ്പിരിച്വാലിറ്റി ഇൻ യുവർ തിങ്കിങ്. ആൻഡ് then you will find that science is a kind of avocation. It's not going to give you whole truth. എൻ്റെ ഒരു ലേഖനമുണ്ട്, ശാസ്ത്രം ശരിയാണ് പക്ഷെ യാഥാർത്ഥ്യമല്ല. സാർ പറഞ്ഞതുപോലെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു കമന്റ് ആണ് സാർ. അതുപോലെ ഇതിൽ പറ്റിയൊരു വലിയൊരു അബദ്ധം കൊണ്ടുണ്ട് സാർ. ഒരു ഹൈജാക്കിംഗ് നടന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒരു 400 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ശാസ്ത്രജ്ഞന്മാരെ പച്ചയ്ക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു വിഭാഗമാണ് പിന്നീട് ശാസ്ത്രത്തിന്റെ പ്രചാരകരായിട്ട് മാറിയത്. അതിന്റെ പിറകിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺസ്പിറസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അല്ല, ശാസ്ത്രം ബിസിനസ്സിന് ഉപകരിക്കുന്നതുകൊണ്ട് അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബേസിക് ആയിട്ടുള്ള ഇതിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി. ഇപ്പം ലാംഗ്വേജ്, ഇപ്പം നമ്മുടെ എറ്റിമോളജിക്കൽ സയൻസ് ഒക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ഭാഷ ഉണ്ട്. അപ്പൊ ഈ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പോലും 400 വർഷം മാത്രമേ പഴക്കമുള്ളൂ. ഈ 400 വർഷത്തെ ഭാഷ നമുക്ക് ശരിക്കും വായിക്കാൻ പറ്റില്ല, പാരഫ്രൈസിങ് ഉണ്ടെങ്കിൽ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മിനിമം ഒരു കാൽക്കുലേഷനിൽ പറയുകയാണ്, 10,000 അല്ലെങ്കിൽ ഒരു 50,000 1,00,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ
ഒരു സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൽ എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് ആധുനിക ലോകം ഇന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന മനുഷ്യന്റെ മനീഷ എത്രത്തോളമാണ് വിതൗട്ട് എനി ഡിവൈസ് അവരിതിലേക്ക് എത്തി എന്നുള്ളത്. അല്ല, അന്ന് ഭാരതത്തിലുണ്ടായ ചിന്തകര് അങ്ങേയറ്റം മനീഷയുടെ അങ്ങേയറ്റം എത്തിയവരാണ്. അന്നത്തെ സിറ്റുവേഷൻ വെച്ചാൽ അവര് ഡിവൈസസും ടെക്നോളജിയും ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അതെ കുറെ ടെക്നോളജി അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അവര് മനുഷ്യചിന്തയ്ക്ക് ചെന്നെത്താൻ പറ്റുന്നതിന്റെ ലിമിറ്റ് കണ്ടവരും ഒരുപാട് ഇൻഡ്യൂഷൻ ഉപയോഗിച്ചവരും ഇപ്പൊ പല കാര്യങ്ങളും ഇൻഡ്യൂറ്റീവായിട്ട് തന്നെ കണ്ടെത്തും. ഉദാഹരണമായിട്ട് മാത്തമാറ്റിക്സ് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതല്ല, മാത്തമാറ്റിക്സ് മുഴുവൻ ഇൻഡ്യൂഷനാണ്. അതെ അതെ, അത് പ്രത്യേകിച്ച് രാമാനുജൻ തന്നെ പറയുന്നുള്ളൂ, അദ്ദേഹത്തിന് ഒരു ദേവിയും നമുക്കും ദേവിയും എന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്ന് പറയുന്നു. അതെ, അത് മുഴുവൻ ഇൻഡ്യൂഷനാണ്. അതെ അതെ. ഞാൻ റീസെന്റ് ആയിട്ടൊരു വീഡിയോ കണ്ടു. ഒന്ന് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ഒന്ന് കാണാത്തവരാണ് എല്ലാവരും. അതെ അതെ. കാരണം അവര് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്റെ വിരല് കണ്ടു എന്നാണ്, ഒന്നും കണ്ടില്ല. അതെ അതെ. ഒരു ചോക്ക് എടുത്ത് കാണിച്ചത് ഒന്ന് എന്ന് പറഞ്ഞാൽ അത് ചോക്കാണ്. ഒന്ന് എന്ന് പറയുന്നത് വളരെ വളരെ വൈപുല്യമാർന്ന സങ്കല്പങ്ങളുള്ള ഒരു ചിന്തയാണ്. കാരണം യു ക്യാൻ ഹാവ് 0.99999 and then one is very very narrow between 1.00001. 1 എന്ന് പറയുന്നത് കണ്ടിട്ട് പോലും ഇല്ല ആളുകൾ. അതെ. One, how can you see 1? Because it is an infinitesimally small thing in an infinite number of numbers between 0 and 2. അതെ അതെ അതെ. ഇത് മനുഷ്യൻ കാണാതെയാണ് 1 എന്നാ ഞങ്ങൾക്ക് അറിയാന്ന് പറയും. They don't know. They really don't know what 1 is. അപ്പൊ അതാണ് ഈവൻ ഫോർ മാത്തമാറ്റിക്സ്. അതെ അതെ അതെ. പിന്നെ ബാക്കിയുള്ള കാര്യത്തെ കുറിച്ച് എങ്ങനെ പറയാം? ഇപ്പൊ ആൻസറിലെല്ലാം ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ സാറ് രാവിലെ തൊട്ട് ഒരുപാട് സ്ട്രെയിൻ എടുക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു 4 hours 5 hours ആയിട്ട് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലെക്ചർ തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗ്രേറ്റ് മൈൻഡിന് വലിയൊരു നമസ്കാരം സാർ. സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. അപ്പൊ എന്തായാലും ശാസ്ത്രത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും വളരെ നന്നായിട്ട് ആ ഒരു ഇടയ്ക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പുകളൊക്കെ ഭേദിച്ചുകൊണ്ട് ഒരു ക്വാണ്ടം ടണലിംഗ് ആണ് ഇവിടെ നടത്തിയത് സത്യം പറഞ്ഞാൽ. കാരണം സ്പിരിച്വാലിറ്റി മീറ്റ്സ് വിത്ത് സയൻസ്, അല്ലെങ്കിൽ സയൻസ് മീറ്റ്സ് വിത്ത് സ്പിരിച്വാലിറ്റി. അപ്പോൾ സാറിനെ പോലുള്ള ആൾക്കാരുടെ സേവനം നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഇനി വളർന്നു വരുന്ന സയൻറ്റിസ്റ്റുകൾക്ക് യഥാർത്ഥത്തിൽ ഒരു വലിയ ഒരു ടവർ ഓഫ് ലൈറ്റ് ആണ് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾ വരട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ ആരാണെന്ന് കണ്ടെത്തുക, ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടെത്തുക. അപ്പോൾ ആ ഡീകോഡിങ്ങിനെ സഹായിക്കുന്ന ഈശ്വരതുല്യമായ വചനങ്ങൾ ഈ ഒരു നിമിഷത്തിൽ പറഞ്ഞു തന്നതിന് ഏറ്റവും സന്തോഷം. എനിക്ക് പാദ നമസ്കാരം. ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന ശ്രീ രാധാകൃഷ്ണ പണിക്കർ സാറിന് അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ഒരു നിമിഷം ഇങ്ങനെ സാധ്യമാക്കിയതിന് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിത്തങ്ങൾക്കും സാദര പ്രണാമം. നമസ്തേ.